ദൈവത്തിൻ്റെ മഹത്വം. രാത്രി ദൈവസാന്നിധ്യത്തിൽ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. ഈ സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ സാജി, സഹ ശുശ്രൂഷകന്മാർ പാസ്റ്റർ കുര്യൻ സാമുവൽ, എബനേസർ പെന്തിക്കോസ്റ്റൽ അസംബ്ലിയുടെ പാസ്റ്റർ, മറ്റ് ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവജനം, നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. ഈ രാത്രി നിങ്ങളോടൊപ്പം ഞങ്ങൾക്കും വന്ന് കൂട്ടായ്മ ആചരിക്കാനും ശുശ്രൂഷിക്കാനും ലഭിച്ച അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പറഞ്ഞതുപോലെ വളരെ അവിചാരിതമായൊരു സമയത്താണ് ഞങ്ങൾ വന്നത്. വേറെ ചില പ്രധാന കാര്യങ്ങൾക്ക് വേണ്ടി സ്കെഡ്യൂൾ ചെയ്തിരുന്നൊരു സമയമാണ്. എന്നിരിക്കലും ഈ സഭയുടെ ആവശ്യം ഒന്ന് പരിഗണിച്ച് ഞങ്ങളുടെ ആ പ്രധാനപ്പെട്ട കാര്യം ഒരു 2 ആഴ്ചത്തേക്കൊന്ന് പോസ്റ്റ്പോൺ ചെയ്ത് നിങ്ങളോടൊപ്പം ഈ ആഴ്ച വരാൻ ഇങ്ങനെ സാവകാശം ഉണ്ടായി. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ഇന്ന് രാത്രി വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ ദാനങ്ങൾക്കായും സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്ന് രാത്രിയുള്ള വചനത്തിലേക്ക് പോകാം. നിങ്ങളുമായി പങ്കിടാൻ ഇന്ന് രാത്രി എനിക്കുള്ള അരുളപ്പാട് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാൻ പോകാം. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം, അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ദ ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 12 verse 4 verses 1 through 4. എബ്രായ ലേഖനം 12-ന്റെ 1 മുതൽ 4 വരെയുള്ള. ആകയാൽ നാമും സാക്ഷികളെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. കർത്താവേ, ഇന്ന് രാത്രി അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ മനസ്സ് ഞങ്ങളോട് അറിയിക്കണമേ. ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൻ്റെ നിലയും സ്ഥിതിയും എല്ലാം അങ്ങ് ശോധന ചെയ്തറിയുന്നു. ഞങ്ങളെ കാണുന്ന കണ്ണിൻ്റെ മുമ്പാകെയാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്, എപ്പോഴും ഞങ്ങൾ ജീവിക്കുന്നത്. അങ്ങയുടെ പരിശുദ്ധമായ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ടതിന് ഞങ്ങളെ ഇന്ന് രാത്രി സമർപ്പിക്കാനും അവിടുത്തെ കൃപയിൽ ആശ്രയിപ്പാനും ഒരു വിശേഷ ദാനവും ഒരനുഗ്രഹവും ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ വരണമേ. അങ്ങയ്ക്ക് ഞങ്ങളോട് പറയാനുള്ളത് അങ്ങ് പറയണമേ. അത് അങ്ങയുടെ ശബ്ദമായി കൈക്കൊള്ളാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ അതിനായി അങ്ങ് വിശുദ്ധീകരിച്ചു കൊള്ളണമേ. അങ്ങയുടെ വചനത്തിൻ്റെ അധികാരം ഇന്ന് രാത്രി ഞങ്ങളുടെ ഉള്ളങ്ങളിലേക്ക് ഇറങ്ങിച്ചേണമേ. ഏത് മനുഷ്യനെയും രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ളതാണ് അങ്ങയുടെ വചനം. അത് പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. ജീസസ്, അങ്ങയുടെ ആധിപത്യത്തിൻ്റെ മുൻപാകെ വണങ്ങുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവപ്രവൃത്തി അയക്കണമേ. അങ്ങയുടെ മഹത്വത്തിനായി സ്തോത്രം ചെയ്യുന്നു, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. പരിചയമുള്ള വാക്യങ്ങളാണെന്ന് എനിക്കറിയാം. അതിനകത്ത് ഒരു പ്രധാന കാര്യമാണ് ഇന്ന് രാത്രി നിങ്ങളോട് പറയാനായിട്ട് എനിക്ക് പ്രേരണയുള്ളത്. നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കേണ്ട വിധത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്നാൽ അത് ഊന്നി പറയാനുള്ള കാര്യം 4-ാമത്തെ വാക്യമാണ്. അവിടെ പറയുന്നു, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. നേരത്തെ പറയുന്നുണ്ട്
1-ാം വാക്യത്തിൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്ന് പറഞ്ഞിട്ട് അല്പകാര്യം അതിനോട് ചേർത്ത് പറഞ്ഞിട്ട് പറയുകയാണ്, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അതിൻ്റെ ആദ്യത്തെ ഭാഗം, പാപത്തോട് പോരാടുന്നതിൽ. പാപം ആത്മീയ ജീവിതത്തിന് തടസ്സമാണ്. പാപം ദൈവത്തോട് എതിരാണ്. പാപം പിശാചിൻ്റെ ചരക്കാണ്. പാപം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കില്ല. പാപം ചെയ്യുന്നവർക്ക് ദൈവത്തിൻ്റെ കൂടെ താമസിക്കാൻ പറ്റില്ല. അതാണ് പാപത്തിൻ്റെ സ്ഥിതി. പക്ഷെ പാപം മനുഷ്യ ജീവിതത്തിലെ ഒരു പ്രശ്നമാണ്. റോമാലേഖനം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, പാപം നമ്മളോട് പോരാടും, നമ്മളോട് യുദ്ധം ചെയ്യും, നമ്മളെ നിർവീര്യരാക്കി തീർക്കും, നമ്മളെ കൊന്നുകളയും. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ, ന്യായപ്രമാണം ആത്മീയമെന്ന് നാം അറിയുന്നുവല്ലോ, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല ഭയക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. സാധാരണ മനുഷ്യൻ്റെ അവസ്ഥ പറഞ്ഞിരിക്കുകയാണ്, ഒരു നിസ്സഹായ അവസ്ഥ, ഒരു ഡെസ്പറേറ്റ് കണ്ടീഷൻ. ഇറ്റ്സ് എ പത്തറ്റിക് സിറ്റുവേഷൻ. മനുഷ്യ ജീവിതത്തിൽ അങ്ങനൊരു സ്ഥിതി പറഞ്ഞിരിക്കുകയാണ്. അവിടെ പറഞ്ഞത്, ഞാനിങ്ങനെ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ, ഞാൻ ചെയ്യുന്നത് ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ താഴോട്ട് വിശദീകരിക്കണം. ഒന്ന് ബാക്കിയോട് വായിച്ചോളാമോ? ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിലെന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ പറയുന്നത്, എനിക്ക് നന്മ ചെയ്യാനാണ് ആഗ്രഹം, അതാണ് എനിക്കിഷ്ടം. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. നന്മ ചെയ്യണം, ശരിയായി ജീവിക്കണം എന്ന് വിചാരിച്ച് രാവിലെ എഴുന്നേറ്റ് വരും. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് എഴുന്നേക്കുന്നത്. കർത്താവ് ഇന്നൊരു കുഴപ്പമില്ലാതെ, ഒരു തെറ്റും പറ്റാതെ ഇന്ന് ജീവിക്കാൻ കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ്. നമ്മുടെ കാര്യം പറയാൻ, ലോകത്തിലെ സാധാരണ മനുഷ്യൻ്റെ കാര്യമല്ല ഈ പറയുന്നത്. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് എഴുന്നേറ്റ് വരുന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് എവിടെങ്കിലും ഒരു കുഴപ്പം പറ്റും, കുറഞ്ഞ പക്ഷം. അവിടെ പറഞ്ഞ്, ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല ചെയ്യുന്നത്, ഞാൻ വെറുക്കുന്നതിനെയാണ് ചെയ്യുന്നത്. ഇച്ഛിക്കുന്നത് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. പറ്റാത്തതിൻ്റെ കാരണം അവിടെ പറഞ്ഞ് എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. ഇതിനകത്ത് തന്നെ, ഈ സിസ്റ്റത്തിനകത്ത് തന്നെ, ഈ രക്തത്തിനകത്ത് തന്നെ കുറേ കുഴപ്പം കിടക്കുന്നു. അതൊരു പ്രമാണമായി കിടക്കുന്നു. ഇറ്റ് ഈസ് എ പ്രിൻസിപ്പിൾ, ഇറ്റ്സ് എ ലോ ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ മീ. എന്നിൽ വ്യാപരിക്കുന്ന ഒരു തത്വമായി, ഒരു നിയമമായി അതിനകത്ത് കിടക്കുന്നു. അത് തിന്മയുടെ ഒരു നിയമമാണ്. മനുഷ്യ ശരീരത്തിൻ്റെ അവസ്ഥ പറയുകയാണ്. അപ്പം അങ്ങനെയുള്ള ഞാൻ നന്മ ചെയ്യാൻ എത്ര ആഗ്രഹിച്ചിട്ടും എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോകുന്നു.
എന്നിട്ട് പറയുന്നത് എന്നെ പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. മേക്സ് മീ സ്ലേവ് ടു മൈ സിൻഫുൾ നേച്ചർ. എൻ്റെ പാപപ്രമാണത്തിന് എന്നെ അടിമയാക്കി കളയുന്നു. എന്നിട്ട് പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. God, this is terrible. This is something I don't like. I don't want this. പക്ഷേ അങ്ങനെ സംഭവിച്ചു പോകും. ഇത് അനേക മനുഷ്യരുടെയും സ്ഥിതിയാണ്. അപ്പം അതിൻ്റെ അർത്ഥം എങ്ങനെയും നമ്മളെ തോൽപ്പിക്കാൻ പാപം ഇതിനകത്ത് ശക്തിയായി പ്രവർത്തിക്കുന്നു. പാപം എന്നത് ഒരു വലിയ പവറാണ്, വലിയൊരു ശക്തിയാണ്. പക്ഷെ പാപത്തിൻ്റെ പിന്നിലൊരുത്തനുണ്ട്. പാപം എന്നത് വെറും ഒരു കാര്യം മാത്രമല്ല. പാപത്തിന് കാരണക്കാരൻ, പാപത്തിന് പ്രേരണ തരുന്നവൻ, പാപത്തിന് വേണ്ടി തള്ളിവിടുന്നവൻ ഒരാളുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ഇനി ഒരു ദിവസം, ഭാവിയിലൊരു നാൾ, മനുഷ്യൻ കുറേയേറെ കാലം പാപം ചെയ്യാത്തൊരു കാലം ഉണ്ടാവും. ഒരു മനുഷ്യനും പാപം ചെയ്യാത്തൊരു കാലം ഉണ്ടാകും. അഖിലാണ്ടത്തിൽ ആരും പാപം ചെയ്യാത്തൊരു കാലം ഉണ്ടാവും. അത് പാപത്തിൻ്റെ കാരണക്കാരനായ പിശാചിനെ 1000 ആണ്ടയ്ക്ക് പിടിച്ച് ചങ്ങലയിട്ട് പാതാളത്തിൽ പൂട്ടും. അങ്ങനെ പാതാളത്തിൽ പിശാചിനെ പൂട്ടിയിട്ടാൽ പിന്നെ ആ 1000 ആണ്ട് അയാളെ തിരിച്ചഴിച്ചു വിടുന്നത് വരെ ഒരു മനുഷ്യനും പാപം ചെയ്യില്ല. മാനസാന്തരപ്പെടാത്തവനും പാപം ചെയ്യില്ല. ഭയങ്കര കുഴപ്പക്കാരനും പാപം ചെയ്യില്ല. അപ്പം അതിൻ്റെ അർത്ഥം പാപത്തിൻ്റെ പിന്നിൽ പിശാചുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്യം, അല്ലെങ്കിൽ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, 1 John chapter 3:8. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു. പാപത്തിൻ്റെ കാരണക്കാരൻ പിശാചാണ്. പിശാചിൻ്റെ പ്രേരണയാലും അവൻ്റെ പ്രവൃത്തിയാലുമാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത്, തെറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മെയും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തെ സേവിക്കാൻ തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ട നമ്മെയും തോൽപ്പിക്കുവാനായി സജീവമായ ഒരു പ്രവർത്തനം രാവും പകലും. മത്തായി സുവിശേഷത്തിലെ ഒരു വാക്യത്തിൻ്റെ വെളിച്ചത്തിലാണെങ്കിൽ, കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ ആത്മജീവിതം വലിയ ഹരമായി തീർന്ന് അങ്ങനെ തന്നെ തങ്ങളെ സമർപ്പിച്ചിരിക്കുന്നവരെയും കഴിയുമെങ്കിൽ, ഏതെങ്കിലും ഒരു അവസരം കിട്ടുമെങ്കിൽ, അങ്ങനൊരു മോമെൻറ്റിൽ പിടിക്കാൻ വേണ്ടി, നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുന്ന പിശാച് അതിൻ്റെ ഈ പദ്ധതികൾ ചെയ്യുന്നതിൻ്റെ നടുവിൽ നമ്മളങ്ങനെ പ്രതികരിക്കണം. ഇതാണ് ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്. എങ്ങനെ പ്രതികരിക്കണം ഇതിൻ്റെ മേലെ എങ്ങനെ ജയമെടുക്കണം? തോൽവിയില്ലാത്തൊരു ജീവിതം ചെയ്യണമെങ്കിൽ, തെറ്റില്ലാത്തൊരു ജീവിതം ചെയ്യണമെങ്കിൽ അതിനുള്ള ആത്മീക തത്വം എന്താണ് എന്നിന്ന് രാത്രി ഒന്ന് വിളിച്ച് പറയാനാണ് എനിക്ക് നിയോഗം. അതിന് പറഞ്ഞ വാക്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു വാക്യം, 4-ാം വാക്യം ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ആദ്യത്തെ ഭാഗം, പാപത്തോട് പോരാടണം, പാപത്തോട് യുദ്ധം ചെയ്യണം. പാപം എന്നത്, പാപത്തോട് നമുക്കൊരു ഇഷ്ടക്കേടുണ്ടായാൽ മാത്രം പോരാ. അതല്ലേ ഇവിടെ പറയുന്നത്. എനിക്ക് ഇഷ്ടമല്ല, പാപം ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ മനസ്സ്, എൻ്റെ ആഗ്രഹം ദൈവത്തെ സേവിക്കണമെന്നാണ്. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. അങ്ങനെയാണ് ഇരിക്കുന്നത്. ഉള്ളം കൊണ്ട്, വിത്തിൻ മീ, ഇൻ മൈ സോൾ, ഇൻ മൈ സ്പിരിറ്റ്, ഇൻ മൈ ഇന്നർ ബീയിങ്, ഞാൻ ദൈവത്തെ ഇഷ്ടപ്പെടുന്നു, ദൈവത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എൻ്റെ ശരീരത്തിൽ, അതിന് പറയുന്ന മറ്റൊരു വാക്കാണ് എൻ്റെ ജഡത്തിൽ. ജഡം എന്നതിനവിടെ ശരീരം എന്നർത്ഥമുണ്ട്. അപ്പോൾ എൻ്റെ ഈ സിസ്റ്റത്തിൽ, ഞാൻ ജീവിക്കുന്ന ഈ ശരീരത്തിലാണല്ലോ, ഈ ശരീരത്തിൽ അതിന് സമ്മതിക്കാത്ത കാര്യങ്ങൾ നിലവിലിരിക്കുന്നു.
അപ്പം അതുകൊണ്ട് എബ്രായ ലേഖന കർത്താവ് പറയുന്നത് പാപത്തോട് പോരാടണം, പാപത്തോട് യുദ്ധം ചെയ്യണം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുന്നു, പാപത്തോട് ഇഷ്ടക്കേടുണ്ടായാൽ പോരാ, ദൈവത്തെ സേവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായാൽ പോരാ, മറിച്ച് പാപത്തോട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈ ഭാഗം തന്നെ എടുക്കാം. ആ ഭാഗം തന്നെ എടുത്താൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ. മുമ്പലത്തെ വാക്യം, പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളി. പാപത്തോട് പോരാടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം. യുദ്ധമല്ലേ? യുദ്ധം എന്ന് പറയുന്നത് സിമ്പിളല്ല. യുദ്ധം എപ്പോഴും ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പം അതിനകത്ത് ബുദ്ധിമുട്ട് തോന്നാം, ക്ഷീണം തോന്നാം. അതുകൊണ്ട് പറഞ്ഞാൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ നോക്കേണ്ട ആൾ അങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുള്ളൂ. ആരാണ് ഇത് സഹിച്ചത്? രണ്ടാം വാക്യം, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും. ആ വലിയ വാക്കാണെന്നറിയാം. യേശുവിൻ്റെ ജീവിതം നമുക്കറിയാവുന്നതാണ്, നമ്മൾ സുവിശേഷത്തെ വായിച്ചിട്ടുള്ളത്, നമ്മൾ സുവിശേഷത്തെ കേട്ടിട്ടുള്ളതാണ്. യേശു പാപനിമിത്തം, തൻ്റെ പാപനിമിത്തം അല്ല, ലോകത്തിൻ്റെ പാപനിമിത്തം, മനുഷ്യരുടെ പാപനിമിത്തം കഷ്ടം അനുഭവിച്ചവനാണ്, പീഡിപ്പിക്കപ്പെട്ടവനാണ്, ഉപദ്രവിക്കപ്പെട്ടവനാണ്, കൊല്ലപ്പെട്ടവനാണ്. മനുഷ്യൻ്റെ പാപം യേശുവിനെ കൊന്നു, ശരീരത്തെ അടിച്ച് തകർത്തു, മനസ്സിനെ തകർത്തു. സമയത്ത് യേശു വിളിച്ചു ചോദിച്ചില്ലേ, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? എന്നാൽ ശുശ്രൂഷാകാലം മുഴുവൻ ധൈര്യത്തോടെ അധികാരത്തോടെ ശുശ്രൂഷ ചെയ്തവൻ, ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നെപ്പോഴും പറഞ്ഞവൻ, ആ ഒരു നിമിഷം വന്നപ്പോൾ ചോദിച്ചു, ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? ആ മാനസിക ആഘാതം ഭയങ്കരമായിരുന്നു. ബാക്കി ആര് കൈവിട്ടാലും എന്ത് സംഭവിച്ചാലും താങ്ങാം, ആത്മീയന്, സത്യാത്മീയന് താങ്ങാം. പക്ഷെ ദൈവ സാന്നിധ്യം ഇറങ്ങിപ്പോകുന്ന ഒരു ഘട്ടം വന്നാൽ അത് താങ്ങാൻ പറ്റുന്ന ഘട്ടമല്ല. പക്ഷേ യേശു അതും അനുഭവിക്കേണ്ടി വന്നു. തന്നെ ദൈവം കൈവിട്ടത് കൊണ്ടല്ല, കൈവിടപ്പെട്ട നമ്മളെ ഒന്ന് എടുക്കാൻ വേണ്ടി ഒരല്പനേരത്തേക്ക് ദൈവം കൈവിട്ടു. ആ മരണത്തിൽ നിന്ന് വിടുവിച്ചില്ല, വിടുവിക്കണമെന്നുള്ള അവൻ്റെ ഒരു മാനുഷികമായ ഒരു ആഗ്രഹമായിരുന്നു. എന്നാൽ ഉടനെ തന്നെ പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞവൻ. അവിടുത്തെ കഷ്ടവും അവിടുത്തെ വേദനയും ഒന്ന് ധ്യാനിച്ചാൽ, വിശദീകരിക്കാൻ ഞാൻ നേരം എടുക്കുന്നില്ല, എന്നാലും അറിയാവുന്നതാണല്ലോ. ആ ശരീരം മുഴുവൻ തല്ലിത്തകർത്തില്ലേ, പുറം മുഴുവൻ വചനം പറയുന്ന പ്രവചനം അനുസരിച്ച് ഉഴവ് ചാലുകൾ പോലെ നീളത്തി കീറി, ചാട്ടവാറ് കൊണ്ടടിച്ച് മാംസം മുഴുവൻ പറിച്ചു കീറി, തലയിൽ മുൾക്കിരീടം വെച്ച് അടിച്ച് രക്തം ചീറ്റിപ്പായുന്നു. അവിടുത്തെ മുഖത്ത് കാർക്കിച്ചു തുപ്പി, അവിടുത്തെ മുഖത്തെ രോമം വലിച്ചു പറിച്ചു, പുച്ഛിച്ചു പരിഹസിച്ചു. ഇതെല്ലാം ചെയ്തിട്ടും ആ വിരോധം സഹിച്ചവനെ പ്രതികരിക്കാൻ തനിക്ക് അധികാരമുണ്ട്, പ്രതികരിക്കാൻ തനിക്ക് ശക്തിയുണ്ട്. ശക്തിയില്ലാത്തവനല്ല. അവിടുന്ന് പറഞ്ഞ ഒരു വാക്കോർക്കൂ, വേണമെങ്കിൽ ഈ സമയത്ത് 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ എനിക്ക് വിളിക്കാം എന്ന് പറഞ്ഞാൽ 12 ബറ്റാലിയൻ ദൂതന്മാരെ വേണമെങ്കിൽ എനിക്ക് വിളിക്കാം സഹായത്തിന്. ഒറ്റ ദൂതൻ ഇറങ്ങിയപ്പോൾ 1,85,000 പേരെ, ഒരു സേനയെ മൊത്തം ഒരു രാത്രി കൊണ്ട് നിഗ്രഹിച്ചത് ഒറ്റ ദൂതൻ ഇറങ്ങിയപ്പം. വലിയ ശക്തിയുള്ള സാമ്രാജ്യത്തിൻ്റെ സേനയെ ഒരു രാത്രി കൊണ്ട് തകർത്താണ് ഒരു ദൂതൻ. യേശു പറയുന്ന വേണമെങ്കിൽ 12 ബറ്റാലിയനെ എനിക്കിപ്പോൾ വിളിക്കാം. പക്ഷേ അധികാരം ഉപയോഗിക്കാത്തവൻ. ദൂതന്മാരുടെ സേവനം മാത്രമോ? കൈ ചുരുണ്ടുപോയവനോട്
കൈ നീട്ടാൻ പറഞ്ഞപ്പോൾ കൈ നീണ്ടു വന്നെങ്കിൽ, നീണ്ട കൈയുള്ളവനോട് ചുരുണ്ടു പോകട്ടെ എന്ന് പറഞ്ഞാൽ സംഭവിക്കില്ലേ? ഓർമ്മയുണ്ട്, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ തൻ്റെ പ്രവാചകനെ വിവരമില്ലാത്ത പിള്ളേർ കളിയാക്കിയ സമയം വനത്തിൽ നിന്ന് കാട്ടുപുറകെ ഇറങ്ങി ഈ പിള്ളേരെ ചീന്തിക്കളഞ്ഞു, കീറിക്കളഞ്ഞു. അത്രയ്ക്ക് തീഷ്ണതയുള്ള ദൈവം, തൻ്റെ നാമത്തെയും തൻ്റെ ജനത്തെയും കുറിച്ച് തീഷ്ണതയുള്ള ദൈവമെങ്കിലും തൻ്റെ പുത്രൻ ഈ വിധ കഷ്ടപ്പാടുകൾ മുഴുവൻ അനുഭവിച്ചിട്ട് ദൈവം ഇതിനോട് പ്രതികരിക്കാതെ മുഖം മറച്ചു കളയത്തക്കവണ്ണം ഇതെല്ലാം സംഭവിച്ചിട്ടും ഈ വിരോധം സഹിച്ചവനെ ധ്യാനിച്ച് പാപത്തോട് പോരാടണമെന്ന്. ക്ഷീണം വരുമ്പോൾ യേശുവിനെ നോക്കണം. ലോകം യേശുവിനെ വെറുത്തു. എന്തിന് വെറുത്തു? യേശുവിൻ്റെ ജീവിതത്തിലെ കുഴപ്പം കൊണ്ട് വെറുത്തോ? യേശു എല്ലാ മനുഷ്യർക്കും നന്മ ചെയ്തില്ലേ? ആരെങ്കിലും ഒരുത്തനോട് നീ മുടിഞ്ഞു പോകട്ടെന്ന് പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. അവിടുത്തെ ജീവിതകാലത്ത് മുഴുവൻ അവിടുത്തെ പരിഹസിച്ചവരുണ്ട്, ഭൂതമാണെന്ന് പറഞ്ഞവരുണ്ട്, പ്രാന്താണെന്ന് പറഞ്ഞവനുണ്ട്. എന്തെല്ലാം ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടും തിരിച്ചൊരു വാക്ക് അവിടുന്ന് പ്രതികരിച്ചില്ലല്ലോ. ക്രൂശിക്കാൻ വന്നവനോട് അല്ലെങ്കിൽ ക്രൂശിച്ചവനോട് ദൈവമേ ഇവരോട് ക്ഷമിക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. അതായിരുന്നില്ലേ അവിടുത്തെ പ്രതികരണം? എന്നിട്ടും എന്തുകൊണ്ട് ലോകം തന്നെ വെറുത്തു എന്ന് യേശു തന്നെ പറയുന്നു. ചില വാക്യങ്ങൾ ഞാൻ പറയാം. യോഹന്നാന്റെ സുവിശേഷം 3:20 പറയുന്നത്, തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. തെറ്റ് ചെയ്യുന്നവൻ പരസ്യമായിട്ട് ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ല, അത് സ്വകാര്യമായിട്ട് ചെയ്യും. അത് പബ്ലിക്കിൻ്റെ മുമ്പാകെ വന്നാൽ തനിക്ക് ആക്ഷേപമാണ്. അതുകൊണ്ട് തെറ്റ് താൻ സ്വകാര്യമായി ചെയ്യുന്നു, പ്രൈവറ്റായിട്ട്, സീക്രട്ടായിട്ട് ചെയ്യുന്നു. അത് കാരണം അത് തെറ്റാണെന്നുള്ളത് കൊണ്ടാണ്. യോഹന്നാൻ 7:7 നിങ്ങളെ പകപ്പാൻ സാധാരണ ജനത്തോട് പറയുകയാണ്, ലോകത്തിന് കഴിയുന്നതല്ല. എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ ദോഷമുള്ളവയെന്ന് ഞാൻ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് കൊണ്ട് അത് എന്നെ പകയ്ക്കുന്നു. യേശുവിൻ്റെ പ്രവൃത്തി കേവലം സുവിശേഷം പ്രസംഗിച്ചത് മാത്രമല്ല, ആ സുവിശേഷത്തിൻ്റെ കൂട്ടത്തിൽ ആത്മലോകത്തിൻ്റെ കപടം യേശു വെളിപ്പെടുത്തി. അതിനകത്തെ തിന്മ യേശു വെളിപ്പെടുത്തി. അവരായിരുന്നു മതത്തിൻ്റെ നേതാക്കന്മാർ, അവരാണ് ആളുകളെ വഴി നടത്തിയത്. യേശു പറഞ്ഞ് ഇവർ നടത്തിയാൽ, യേശുവിൻ്റെ ഭാഷയിൽ കുരുടനെ വഴികാട്ടിയാൽ രണ്ടു കൂട്ടരും കുഴിയിൽ വീഴും. ആത്മീക ദർശനമില്ലാത്ത, ആത്മീക കാഴ്ചപ്പാടില്ലാത്ത, ജഡത്തിൽ ജീവിക്കുന്ന, തങ്ങളുടെ നേട്ടത്തിന് വേണ്ടി ആത്മജീവിതം ഉപയോഗിക്കുന്ന ഈ മതാധിപന്മാർ നിങ്ങളെ നടത്തിയാൽ നിങ്ങൾക്ക് തകർച്ചയുണ്ടാകും. വെള്ള തേച്ച ശവക്കല്ലറകളാണിവർ എന്ന് യേശു വിളിച്ചു പറഞ്ഞു. അത് കേട്ടാൽ ആർക്കും ദേഷ്യം ഉണ്ടാവില്ലേ? നേതാക്കന്മാർക്ക് ദേഷ്യം ഉണ്ടാവില്ലേ? അവരുടെ ജീവിതത്തിൻ്റെ പൊള്ളത്തരമല്ലേ വിളിച്ചു പറഞ്ഞത്? അതാണ് അന്നത്തെ മതം, അന്നത്തെ ആത്മീകമെന്ന് പറയുന്നത് അതായിരുന്നു. അതിനെ യേശു വെളിപ്പെടുത്തിയത് കൊണ്ട് അവർക്ക് ദേഷ്യം വന്നു, അവർക്ക് കോപം വന്നു. അങ്ങനെ യേശുവിനെ പകച്ച ലോകം, യേശു പറയുന്നു, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ 15:18 യോഹന്നാൻ, അത് നിങ്ങൾക്ക് മുമ്പ് എന്നെ പകച്ചിരിക്കുന്നു എന്നറിവിൻ. 19 വാക്യം, നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായി തന്നെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. അപ്പം ലോകത്തിന് ഇങ്ങനെയുള്ളവരെ ഇഷ്ടപ്പെടാൻ പറ്റില്ല. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ ലോകത്തിന് ഇഷ്ടപ്പെടാൻ പറ്റില്ല. അവരുടെ ജീവിത രീതികളെ അംഗീകരിച്ചു കൊടുക്കാത്തവരോട് ആർക്കും ഇഷ്ടമുണ്ടാവില്ല. മനുഷ്യൻ ചെയ്യുന്ന കാര്യം ഓക്കേ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടും. അതിന് വിപരീതമായി സംസാരിച്ചാൽ ആളുകൾ നിങ്ങളെ പകയ്ക്കും. തെറ്റിനെ ശാസിക്കാൻ, തെറ്റിനെ ചൂണ്ടിക്കാട്ടാൻ തയ്യാറാകുന്ന ആർക്കും
ലോകം എതിരാണ്, ഏത് മനുഷ്യരും എതിരാണ്. അപ്പം യേശുവിനെ പകയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, യേശു ജീവിതത്തിൻ്റെ പാളിച്ചകൾ വെറും മനുഷ്യൻ്റെ പാളിച്ചകളല്ല, ജനത്തെ വഴി നടത്താൻ നിയമിക്കപ്പെട്ട ആളുകളുടെ പാളിച്ചകൾ കാണിച്ചില്ലെങ്കിൽ സകല മനുഷ്യരും പാപത്തിൽപ്പെടും. ഇതാണ് ആത്മീയമെന്ന ആളുകൾ ധരിക്കും. അവരെ തിരുത്താനുള്ള മാർഗം ഈ തെറ്റ് ചൂണ്ടിക്കാട്ടുകയാണ്. അല്ലാതെ അവരെ ആക്ഷേപിക്കാൻ വേണ്ടി യേശു ചെയ്തതല്ല. സത്യപാത വിളിച്ചറിയിക്കാൻ ശരിയായ പാതയുടെ വെളിപ്പാട് ആവശ്യമായതുകൊണ്ട് യേശു അത് ചെയ്തതുകൊണ്ട് ലോകം അവനെ പകച്ചു, അവനെ കൊന്നു. അപ്പം അവിടുത്തെ നോക്കണം, ശരി മോഡൽ ആത്മജീവിതത്തിന്, എല്ലാ ജീവിതത്തിനും ശരിയായ മാതൃക കർത്താവായ യേശുവാണ്. ഒരു പക്ഷേ ആളുകൾ ധരിച്ചേക്കാം അവിടുന്ന് ദൈവമായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ജീവിച്ചു, തെറ്റില്ലാത്തവനായിരുന്നു എന്ന ആളുകൾ ധരിക്കുന്നെങ്കിൽ ശരിക്കും അതല്ല അതിൻ്റെ വാസ്തവം. യേശു ഭൂമിയിൽ വന്നപ്പോൾ ദൈവത്വം അവിടുത്തെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണെങ്കിലും അവിടുത്തെ മഹത്വവും അവിടുത്തെ അധികാരവും കുറേ നേരത്തേക്കൊന്ന് മാറ്റിവെച്ചിട്ട് തനി മനുഷ്യനായിട്ടാണ് യേശു ഭൂമിയിൽ വന്നത്. എ റിയൽ മാൻ, എ പ്യൂർ മാൻ, അതായിരുന്നു യേശു. പക്ഷെ യേശുവിൻ്റെ മനുഷ്യത്വം വാസ് ദി ഒറിജിനൽ ഹ്യൂമാനിറ്റി, ശുദ്ധമായ ഒറിജിനൽ മനുഷ്യത്വമായിരുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ആദാമിനെയും ഹവ്വയും ദൈവം സൃഷ്ടിച്ചപ്പോൾ തെറ്റില്ലാത്തവരായി സൃഷ്ടിച്ചു. അന്നവരിൽ പാപം ഇല്ല. ഇന്ന് മനുഷ്യനിൽ പാപമുണ്ട്, എന്നാൽ ആദാമിലും ഹവ്വയിലും ഒറിജിനലി പാപം ഉണ്ടായിരുന്നില്ല. ദാറ്റ് വാസ് ദ പ്യൂർ ഹ്യൂമാനിറ്റി. ദൈവം ഉണ്ടാക്കിയ ശുദ്ധ മനുഷ്യത്വം. ആ മനുഷ്യത്വമാണ് യേശുവിൽ ഉണ്ടായിരുന്നത്. അല്ലാതെ ആദമിൻ്റെയും ഹവ്വയുടെയും സന്താന പരമ്പരകളായ മനുഷ്യരുടെ മനുഷ്യത്വം അല്ല യേശുവിലുണ്ടായിരുന്നത്. ആ ശുദ്ധ മനുഷ്യത്വം, ആ മനുഷ്യത്വത്തിലാണ് യേശു ജീവിച്ചത്. അപ്പം അവിടുത്തെ മനുഷ്യത്വത്തിൽ അവിടുന്ന് ജീവിച്ച, പെരുമാറിയ, സംസാരിച്ച ഓരോ കാര്യങ്ങൾ നോക്കിയാൽ മനുഷ്യൻ അങ്ങനെ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. അതിനാണ് വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ വന്നത് എന്ന് പറഞ്ഞാൽ വചനം ജഡമായി തീർന്നു പറഞ്ഞാൽ വചനം ദൈവത്തിൻ്റെ മനസ്സല്ലേ, ദൈവത്തിൻ്റെ ഇഷ്ടമല്ലേ, ദൈവഹിതത്തിൻ്റെ വെളിപ്പാടല്ലേ വചനം. അത് മുഴുവൻ ശരീരത്തിൽ വന്നു, അത് മുഴുവൻ അനുസരിച്ച ഒരുത്തൻ ശരീരത്തിൽ വന്നു. ദൈവവചനം മൊത്തം അനുസരിച്ച ഒരാളെ കാണണമെങ്കിൽ യേശുവിനെ നോക്കണം. ബാക്കി ഒരു മനുഷ്യനിലും അത്ര പെർഫെക്ഷൻ ഉണ്ടാവില്ല. എന്നാൽ ദൈവഹിതം മുഴുവൻ അനുസരിച്ച യേശുവിനെ നോക്കി ജീവിതം മുഴുവൻ നയിക്കാൻ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി യേശുവിൻ്റെ ജീവിതം ആ മനുഷ്യത്വത്തിൽ വിശദീകരിച്ചു. അതുകൊണ്ട് ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ എങ്ങനെ യേശു ജീവിച്ചു എന്ന് നോക്കിയാൽ പാപത്തോട് എങ്ങനെ പ്രതികരിക്കണം എന്നറിയാം. എങ്ങനെ യേശു പാപത്തോട് പ്രതികരിച്ചു, തെറ്റിനോട് പ്രതികരിച്ചു, അതേ പ്രതികരണം നമ്മളുണ്ടാവണം. അപ്പോൾ യേശു പാപത്തിന് കൂട്ടുന്നില്ല, ഒരു തെറ്റിനും കൂട്ടുന്നില്ല, ആരുടെയും തെറ്റിന് കൂട്ടുന്നില്ല. തൻ്റെ ശിഷ്യൻ ഒരു സമയത്ത് യേശുവിനോട് ഭയങ്കര സ്നേഹം നിമിത്തം പറഞ്ഞു, കർത്താവേ അങ്ങനെ ഭവിക്കരുത്. യേശു ക്രൂശിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ മരിക്കാൻ പോവാണ്. അധികം താമസിയാതെ യഹൂദന്മാർ, നേതാക്കന്മാർ അവിടുത്തെ പിടിച്ചു കൊല്ലും, ഞാൻ മരിക്കും. അപ്പോഴാണ് പത്രോസ് പറയുന്നത്, കർത്താവെ അങ്ങനെ സംഭവിക്കരുത്, അങ്ങ് മരിക്കാൻ പാടില്ല, അങ്ങ് ഈ കഷ്ടത്തിൽ കൂടെ പോകാൻ പാടില്ല. യേശുവിൻ്റെ മറുപടി, സാത്താനെ എന്നെ വിട്ടുപോകും. നീ പറഞ്ഞ ആലോചന ദൈവത്തിൻ്റേതല്ല, നീ പറഞ്ഞ ആലോചന സാത്താൻ്റേതാണ്. അപ്പം ഏറ്റവും അടുത്ത അല്ല ശിഷ്യന്മാരുടെ കൂട്ടത്തിലെ മുഖ്യൻ. എന്നിട്ടും ആ വാക്ക് മനുഷ്യത്വത്തിൽ പറഞ്ഞതാണ് എന്ന് വിചാരിച്ച് അവഗണിക്കാൻ അവിടുന്ന് തയ്യാറായില്ല. ഇമ്മീഡിയറ്റ്ലി അതിന് ഉത്തരം പറഞ്ഞു, നീ പറഞ്ഞത് പൈശാചികൻ്റെ വാക്കാണ്, ദൈവത്തിൻ്റേതല്ല എന്ന് പറഞ്ഞ് ശാസിച്ച് പാപത്തോട് പ്രതികരിച്ച യേശുവിനെ നോക്കി മനുഷ്യൻ ജീവിക്കണം. അത് ഫൈനലി റിസൾട്ട് ചെയ്തത് മരണത്തിലാണ്. യേശുവിൻ്റെ കാര്യം അപ്പോൾ ഒരു പക്ഷേ പിന്നെയും നമ്മൾ പറഞ്ഞേക്കാം, അത് യേശുവല്ലേ, പാപമില്ലാത്ത യേശുവല്ലേ, ദൈവമല്ലേ എന്നൊക്കെ പറഞ്ഞേക്കാം.
എന്നാലും വേദപുസ്തകം ചൂണ്ടിക്കാട്ടുന്ന വേറെ ചില മനുഷ്യരെ കൊണ്ടുവന്നിട്ട് അവരുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താം. ഇക്കാര്യത്തിൽ എങ്ങനെ പ്രതികരിക്കണം എന്നറിയാൻ ഇതേ അനുഭവം ഉണ്ടായ ചില ആളുകൾ. ഒരാൾ യോഹന്നാൻ സ്നാപകനാണ്. യോഹന്നാൻ സ്നാപകൻ പാപത്തോട് എങ്ങനെ പ്രതികരിച്ചു എന്നറിയാമായിരിക്കും. മത്തായി 14 അധ്യായത്തിലാണ് അത് വിശദീകരിച്ചിരിക്കുന്നത്. വായിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് പറയാം. 3-ാം വാക്യം മുതൽ പറയുന്ന കാര്യം, അതേ നല്ല പ്രസംഗകൻ, പ്രവാചകൻ, ദൈവമയച്ച മനുഷ്യൻ, യേശുവിൻ്റെ മുന്നോടി. പക്ഷേ ഈ പ്രസംഗിച്ച കൂട്ടത്തിൽ ഒരു ദിവസം രാജാവിനോട് സംസാരിച്ചു. രാജാവിനോടും ദൂത് പറഞ്ഞ ദൂത് തൻ്റെ സ്വകാര്യ ജീവിതം പാപത്തിലാണെന്നാണ് ചൂണ്ടിക്കാണിച്ചത്. താൻ എന്ത് ചെയ്തു? ആ മനുഷ്യൻ ഹെരോദാവെന്ന ആ രാജാവ് തൻ്റെ സഹോദരൻ്റെ ഭാര്യയെ തനിക്കായിട്ടെടുത്തു. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, നീ കാണിച്ച തെറ്റാണ്, അശുദ്ധമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ രാജാവിനോട് പറയാൻ, രാജാവ് ആത്മീയനല്ല, അവൻ റോമൻ ഗവൺമെൻറ്റിൻ്റെ ആളാണ്, തന്നെയല്ല രാജാവാണ്, അയാൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും, അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല എന്ന് ആളുകൾക്ക് പറയാം. പക്ഷേ യോഹന്നാൻ സ്നാപകൻ അവൻ്റെ തെറ്റ് ചൂണ്ടിക്കാട്ടി. അങ്ങനെ ദേഷ്യം വന്നു. യോഹന്നാനെ പിടിച്ച് തടവിലിട്ടു, കൊല്ലണമെന്ന് വിചാരിച്ചു. എന്നാലും ഇദ്ദേഹം വലിയ പ്രവാചകനാണെന്ന് പൊതുലോകം അംഗീകരിച്ചിരിക്കുന്നത് കൊണ്ട് കൊല്ലാനൊരു പേടി. കാരണം അവരുടെ നാട്ടിലാണ്, യഹൂദന്മാരുടെ നാട്ടിലാണ് ഇദ്ദേഹം രാജാവായിരിക്കുന്നത്, അല്ലാതെ ഒരു ബാക്കി എല്ലാവരും കൂടെ ചേർന്ന ദേശമല്ല. അപ്പം അവരുടെ നാടായതുകൊണ്ട് ജനമെല്ലാം കൂടെ ഇളകിയാൽ ഇയാളുടെ ഭരണം ദുഷ്കരമാവും. അപ്പം അങ്ങനെ പൊതുജനത്തിൻ്റെ വികാരമടക്കണ്ടെന്ന് വിചാരിച്ച് കൊല്ലാതെ എങ്കിലും ദേഷ്യമടക്കി ജീവിച്ചു വന്നു. അപ്പോഴാണ് അടുത്ത അവസരം ഉണ്ടായത്. ദേഷ്യം കൂടുതൽ അവക്കാണ്, ഈ വന്നുകൂടിയ സ്ത്രീക്കാണ്. അവളുടെ വൈരാഗ്യവും പകയും തീർക്കാനാണ് അവസാന അവസരം കിട്ടിയത്. അറിയാമല്ലോ സംഭവങ്ങളെല്ലാം, അതുകൊണ്ട് അതെല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. എന്താ സംഭവിച്ചത്? അവളുടെ മകൾ രാജാവിൻ്റെ ബർത്ത്ഡേയിൽ നൃത്തം ചെയ്ത് എല്ലാവരെയും സന്തോഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്ത് വേണേ ചോദിച്ചോ, രാജ്യത്തിൻ്റെ പകുതി വേണമെങ്കിലും ചോദിച്ചോളൂ, തന്നേക്കാം. അത് പണ്ടത്തെ രാജാക്കന്മാരുടെ ഒരു സ്റ്റൈലാണ്, പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം അങ്ങനെ പറഞ്ഞു. പെണ്ണെന്ത് ചോദിക്കുമെന്ന് അങ്ങേർക്കറിയില്ലായിരുന്നു. തന്നെയല്ല, പെണ്ണല്ല ചോദിച്ചത്, പെണ്ണ് പോയി അമ്മയോട് ചോദിച്ച് എന്ത് ചോദിക്കണം, വലിയ കാര്യം രാജാവ് കൊടുക്കാൻ പോവാണ്. ആ പക വീട്ടാൻ ആ സ്ത്രീ ചെയ്തത് യോഹന്നാൻ സ്നാപകനെ കൊന്ന് തല കൊണ്ട് തരാൻ പറഞ്ഞു. യോഹന്നാൻ സ്നാപകൻ പാപത്തെ ചെറുത്തതിന് കിട്ടിയത് മരണമാണ്. വേറെ സംഭവം ഉണ്ടായി അയാളോട് ചേർന്ന്. യോഹന്നാൻ സ്നാപകൻ തടവിൽ കിടക്കുമ്പോൾ ഒരു ദിവസം തൻ്റെ ശിഷ്യന്മാരെ യേശുവിൻ്റെക്ക് പറഞ്ഞു വിട്ടിട്ട് ചോദിച്ചു, ഞാൻ നിന്നെ മശീഹയാണെന്നൊക്കെ പറഞ്ഞ് ലോകത്തിന് പരിചയപ്പെടുത്തി, വാസ്തവത്തിൽ നീ മശീഹ ആണോ? മശീഹ എന്ന് പറഞ്ഞാൽ വിടുവിപ്പുകാരനല്ലേ? നീ വാസ്തവത്തിൽ വിടുവിപ്പുകാരനാണോ? ചോദിക്കാൻ കാരണം ന്യായമായി, അങ്ങനെ ഒരു വിടുവിപ്പുകാരനുണ്ടെങ്കിൽ തനിക്ക് മുന്നോടിയായി വന്ന് ദൈവം അയച്ച ഈ യോഹന്നാൻ സ്നാപകനെ തടവിൽ നിന്ന് വിടുവിക്കാൻ തനിക്ക് കഴിയില്ലേ? ഈ അത്ഭുതം ചെയ്തവന്, ഈ കാറ്റിനെ അടക്കിയവന്, കടലിനെ ശാന്തമാക്കിയവന്, ഭൂതത്തെ പുറത്താക്കിയവന്, ഈ വലിയ അധികാരമുള്ളവന്, അവനെ തടവിൽ നിന്ന് പുറപ്പെടുവിക്കാൻ കഴിയില്ലേ? നിശ്ചയമായിട്ട് സാധിക്കും. അപ്പോൾ താൻ ചോദിച്ചു, നീയാണോ വാസ്തവത്തിൽ വിടുവിപ്പുകാരൻ, അതോ എനിക്ക് തെറ്റുപറ്റിയതാണോ? സംശയമുണ്ടായി. മനുഷ്യത്വത്തിൻ്റെ ഭാരം കൊണ്ട്, വേദന കൊണ്ട് സംശയമുണ്ടായി. യേശുവിനോട് മറുപടി പറഞ്ഞു വിട്ടു. കുരുടർ കാണുന്നു, മുടന്തം നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തരുന്നു, മരിച്ചവർ ഉയർക്കുന്നു, എൻ്റെ വിടുതലിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. ചെന്നങ്ങ് പറഞ്ഞേരെ. പക്ഷെ നിന്നെ വിടുവിക്കാൻ ഇപ്പോൾ എനിക്ക് പദ്ധതിയില്ല. നിൻ്റെ ശുശ്രൂഷ കഴിഞ്ഞു. നീ എന്നെ പരിചയപ്പെടുത്താൻ വന്നു.
കഴിഞ്ഞു, അവനെ വിടുവിച്ചില്ല. ജീവിതത്തിൽ ദൈവം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പ്രവർത്തിക്കാത്ത, വിടുവിക്കാത്ത ചില ഘട്ടങ്ങളുണ്ടായാൽ നമുക്ക് ചോദ്യങ്ങളുണ്ടാവാം, സംശയങ്ങളുണ്ടാവാം. പക്ഷെ ദൈവ പദ്ധതി എന്താണ് എന്ന വെളിപ്പാടില്ലായകയാൽ പലരും മടുത്തു പോകും, പലരും ക്ഷീണിച്ചു പോകും. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ അധികാരമുണ്ടായിട്ടും ശക്തി ഉണ്ടായിട്ടും ദൈവത്വം ഉണ്ടായിട്ടും ഇത് മുഴുവനും സഹിച്ചവനെ ധ്യാനിച്ച് ജീവിതത്തിൽ പരാജയപ്പെടുത്താൻ സമ്മർദ്ദങ്ങൾ വന്ന്, വേദനകൾ വന്ന്, കഷ്ടങ്ങൾ വന്ന് നിങ്ങളെ ഒതുക്കാൻ ശ്രമിക്കുന്ന മണ്ഡലത്തിൽ അത് പാപമായി പരിണമിക്കാതെ, അത് പിന്മാറ്റത്തിന് കാരണമായി തീരാതെ, ആത്മജീവിതത്തിൻ്റെ ഭക്തിയും ശക്തിയും പോകാതെ അവനെ നോക്കി ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയാൻ, എന്നെ തകർക്കാൻ, പണ്ടൊരു പാട്ടില്ലേ, എന്നെ തകർക്കാൻ താതനിഷ്ടമെങ്കിൽ തൻഹിതം എന്നിൽ സമ്പൂർണ്ണമാക്കട്ടെ എന്ന് വിളിച്ചു പറയാൻ ഉള്ള ഭക്തന്മാരാണ് ജീവിതത്തിൽ ജയിക്കുന്നവർ. ഇയ്യോബ് പറഞ്ഞതുപോലെ, ഞാനിങ്ങനെ ക്ഷയിക്കുന്നെങ്കിൽ ക്ഷയിക്കട്ടെ, എൻ്റെ ശരീരം ക്ഷയിച്ചു പോകുന്നെങ്കിൽ, ദ്രവിച്ചു പോകുന്നെങ്കിൽ, അഴുകി വീണ് ഇതില്ലാതാകുന്നെങ്കിൽ, അങ്ങനെയും സംഭവിക്കാനാണ് അങ്ങയുടെ ഇഷ്ടമെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ. പക്ഷേ അങ്ങയെ ചോദ്യം ചെയ്യാനോ അങ്ങയെ അവിശ്വസിക്കുവാനോ ഞാൻ തയ്യാറല്ല. ബാക്കി ആരും കൂടില്ലാത്ത രംഗം വന്നാലും എൻ്റെ രക്ഷകൻ ജീവിച്ചിരിക്കുന്നുവെന്നും ഒടുവിൽ അവൻ പൊടിമേൽ നിൽക്കുമെന്നും, ഇന്നെൻ്റെ ശരീരം ദ്രവിച്ച് ദ്രവിച്ച് ദ്രവിച്ചു പോയാലും ഞാൻ ഒരു ദിവസം ദേഹസഹിതനായി അവനെ കാണും, ഞാൻ തന്നെ അവനെ കാണും. ഒരു കാരണവശാലും ജീവിതത്തിലെ ഒറ്റ ഘട്ടത്തിലും എന്നെ പിന്തിരിപ്പിക്കുവാൻ ഒരു ശോധനയെയും ഞാൻ അനുവദിക്കില്ല എന്ന് പഴയ നിയമഭക്തൻ പറഞ്ഞെങ്കിൽ, ആത്മജോഗത്തിൽ ജീവിക്കുന്ന നമുക്ക് ആത്മാവുണ്ടെന്ന് പറയുന്ന പുതിയ നിയമവിശ്വാസിക്ക് വെളിപ്പാട് വേണ്ടേ? ദർശനം വേണ്ടേ? ദൈവോദ്ദേശങ്ങളെ ഗ്രഹിക്കാനുള്ള കൃപ വേണ്ടേ? കേവലം ഭൗമിക കണ്ണുകൊണ്ടും ബുദ്ധി കൊണ്ടും ജീവിക്കണമോ? അതോ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെ തിരിച്ചറിയാൻ വെളിപ്പാടിലേക്ക് പോകുമോ? ദർശനങ്ങളിലേക്ക് പോകുമോ? ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും പോകുമോ? നമുക്ക് തിരിയാത്ത ഘട്ടം വന്നാലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റുമോ? എൻ്റെ ദൈവം ജീവിക്കുന്നു, തോൽക്കില്ല അവൻ, എന്നെ തോൽപ്പിക്കില്ല അവൻ, ഞാൻ ഇറങ്ങിത്തിരിച്ചെടുത്ത് പരാജയപ്പെടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പാപം എപ്പോഴും അതിൻ്റെ വലിയ കഠിനതയിൽ വരണമെന്നില്ല, വലിയ തിന്മയായി വരണമെന്നില്ല. ഇപ്പറഞ്ഞ ഘട്ടങ്ങൾ സ്വാഭാവികമായി മനുഷ്യനുണ്ടാകുന്ന ചോദ്യങ്ങളും സംശയങ്ങളുമാണ്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ വരുന്ന സംശയങ്ങൾ അത്ര വലിയ ഗൗരവമായി നമുക്ക് ചിലപ്പോൾ തോന്നില്ല. ദൂതിൽ ഒരു ഭാഗം കൂടെ ചേർത്ത് പറയുന്നു, പിന്നീട് പറയേണ്ട ഒരു ദൂതെങ്കിലും, സമയത്തിൻ്റെ പരിമിതി കൊണ്ട്. ഇങ്ങനെയുള്ള ചില ഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കാൻ മേലാത്ത നേരം ഉണ്ടാവും, വചനം വായിക്കാൻ മേലാത്ത നേരം ഉണ്ടാവും, മനപ്രയാസം കയറി വന്നിട്ട്, ക്ഷീണം കയറി വന്നിട്ട് ചില ദിവസം എഴുന്നേക്കാൻ തോന്നില്ല, ചിലപ്പോൾ നിലത്തൊരു കിടപ്പ് കിടക്കും, ആരാധനയ്ക്ക് പോകാൻ തോന്നില്ല. അങ്ങനെയുള്ള ഘട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാം, ചില ശോധനകളുടെ നേരം. ഓർക്കുമോ ഭക്തനായ ദാനിയേലിനെ? ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിൽ, അവിടെ രംഗം വേറൊന്നാണെങ്കിൽ ഇതിനോട് ചേർത്ത് ഞാൻ ദൂത് പറയുകയാണ്. അവിടെ രാജാവിൻ്റെ ഒരു കൽപ്പന, 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കരുത്. സ്വകാര്യ പ്രാർത്ഥനയിൽ നിഷ്ഠയുള്ള ദാനിയേൽ. നമ്മുടെ ദിവസം 2 നേരം പ്രാർത്ഥിക്കുന്നെങ്കിൽ അത് കൂടിയ പ്രാർത്ഥനക്കാർ. ദാനിയേൽ 3 നേരം സ്ഥിരമായി പ്രാർത്ഥിക്കുന്നവൻ, കൊച്ചു മനുഷ്യനല്ല, തൊഴിലില്ലാത്തവനല്ല, വലിയ വലിയ രാജ്യതന്ത്രജ്ഞൻ, നേരമില്ലാത്തവൻ. അവർക്ക് നേരമില്ല, തിരക്ക് പിടിച്ച ജീവിതം. അതിൻ്റെ നടുവിലും 3 നേരം മുട്ടുകുത്തി ജീസസ് യെരുശലേമിൻ്റെ നേരെയുള്ള കിളിവാതിലുകൾ തുറന്നിട്ട്
പ്രാർത്ഥിക്കുന്നവൻ. അപ്പോഴാണ് രാജാവിൻ്റെ കൽപ്പന വന്നിരിക്കുന്നത് 30 ദിവസം വേറെ ഒരുത്തരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. അതിന് പിന്നിൽ കരങ്ങളുണ്ടെന്നുള്ളത് ശരി, രാജാവിനറിയില്ല എന്താണ് താൻ ചെയ്യുന്നതെന്ന്. എങ്കിലും ആ കൽപ്പന കേട്ടപ്പോൾ ദാനിയേൽ ചെയ്ത കാര്യം തിരുവെഴുത്തിൽ നാം വായിക്കുന്നു. ഈ കൽപ്പന അറിഞ്ഞവൻ, അദ്ദേഹം രാജ്യത്തിലെ ഉന്നതനാണ്, 3 പ്രധാന അധിപതികളിൽ ഏറ്റവും മുഖ്യനാണ്. രാജാവ് കഴിഞ്ഞാൽ അടുത്ത ആളാണ്. ഈ കൽപ്പന കേട്ടവൻ വീട്ടിൽ ചെന്ന് സ്വകാര്യമായി പ്രാർത്ഥിക്കുന്നതിന് പകരം, സ്വകാര്യ പ്രാർത്ഥനയാണ്, പക്ഷേ മുറി അടച്ചങ്ങ് പ്രാർത്ഥിക്കാം. കാരണം സാഹചര്യം മോശമാണ്. ആരെങ്കിലും കണ്ടാൽ കുഴപ്പമാണ്. എന്ത് കുഴപ്പം? കൊല്ലും, സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും. അത്ര കഠിനമായ കൽപ്പനയാണ്. എന്നിരിക്കലും ആ കിളിവാതിലുകൾ, ജനലുകൾ തുറന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥനയെ മുടക്കാൻ ഒരു സാഹചര്യത്തെയും ദാനിയേൽ അനുവദിച്ചില്ല. ഇതിനോട് ചേർത്ത് പറയാൻ എനിക്ക് ആത്മാവിന് നീയോ ജീസസ്. സാഹചര്യം പ്രാർത്ഥിക്കാൻ കൊള്ളാവുന്നതല്ല. അല്ല, കൂടി വന്നാൽ ഒരു 30 ദിവസം അങ്ങനെ ഒഫീഷ്യൽ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ മനസ്സിലങ്ങ് പ്രാർത്ഥിച്ചാൽ പോരെ? ആരും അറിയില്ലല്ലോ, രാജാവ് അറിയില്ലല്ലോ, ആരും ഒറ്റുനോക്കാമെന്ന് അറിയില്ലല്ലോ. അതിന് പകരം പരസ്യമായി തന്നെ പ്രാർത്ഥിക്കുന്നു. ഒന്നുകൂടെ മുറിയിലാണ് എങ്കിലും ഞാൻ പറഞ്ഞതുപോലെ വായി തുറന്ന് പ്രാർത്ഥിക്കുന്നു, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, ജനൽ തുറന്നിട്ട് പ്രാർത്ഥിക്കുന്നു. ആളുകൾ വന്ന് കണ്ടെത്തി ഇക്കാര്യത്തിൽ തനിക്ക് നേരിടേണ്ടി വന്നത് സിംഹഗുഹയാണ്. പാപത്തോട് പോരാടുന്നതിൽ സിംഹഗുഹയാണ് നേരിടേണ്ടി വന്നത്. അതിൻ്റെ നടുവിലും പ്രാർത്ഥനക്കാരനായ ദാനിയേലിനെ പിന്തിരിപ്പിക്കാൻ രാജാവിൻ്റെ കൽപ്പനയ്ക്കോ വധഭീഷണിക്കോ കഴിഞ്ഞില്ല. സിംഹഗുഹയിൽ വീഴാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ജീവിതത്തിൻ്റെ കുറേ സമ്മർദ്ദങ്ങൾ ആത്മീയ ജീവിതത്തിന് ക്ഷീണം വരുത്തി, പ്രാർത്ഥന കുറച്ച്, വചനധ്യാനം കുറച്ച്, ആത്മശക്തി ഇല്ലാതാക്കി തീർക്കുന്ന ഘട്ടം വരുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന് പറയാനുള്ളത്, നിന്നെ തോൽപ്പിക്കാൻ, നിന്നെ ബലഹീനമാക്കാൻ, നിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ വീര്യം കുറയ്ക്കാൻ ശത്രു ഒരുക്കുന്ന പദ്ധതികളാണ് എന്ന് കണ്ടെത്തി അതിൻ്റെ നടുവിലും ഒന്നുകൂടെ പറയുന്നു, നേരത്തെ പറഞ്ഞ പാട്ടിൻ്റെ വരി ഒന്നുകൂടെ ഞാൻ പറയുന്നു, എന്നെ തകർക്കാൻ താതനിഷ്ടമെങ്കിൽ തകർത്തോളൂ. നീ തകർത്താൽ നീ തകർത്തിടുന്ന ദൈവമല്ല, അതിനകത്ത് നിന്ന് പണിഞ്ഞെടുക്കുന്ന ദൈവം. ചാരത്തിൽ നിന്ന് സന്തതിയെ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുണ്ടെന്ന് പറഞ്ഞ അബ്രഹാമിനെ പോലെ ജീസസ് 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 ഇന്ന് രാത്രി ചില ജീവിതങ്ങൾ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിന് വിളിച്ചു പറയാനുള്ളത്, തകർക്കുന്ന രംഗങ്ങളുടെ നടുവിൽ ആത്മവീര്യം കൈക്കൊള്ളാൻ തയ്യാറുണ്ടോ? പ്രാർത്ഥനയുടെ ശക്തി കൈക്കൊള്ളാൻ തയ്യാറുണ്ടോ? ഈ ഒരുക്കുന്നത് ശത്രുവിൻ്റെ കെണികളാണെന്ന് മനസ്സിലാക്കി, ശരീരത്തെയും മനസ്സിനെയും തളർത്തുവാൻ ദുഷ്ടൻ കൊണ്ടുവന്ന പദ്ധതികളാണെന്ന് മനസ്സിലാക്കി അതിനോട് ചെറുത്ത് നിൽക്കാൻ, അതിലുണ്ടാക്കുന്ന മനോഭാരങ്ങളോട് ചേർത്ത് നിൽക്കാൻ, അതിൻ്റെ ഭീഷണികളെ ചേർത്ത് നിൽക്കാൻ, ഇല്ല, നിനക്ക് ഞാൻ വിധേയപ്പെടില്ല, നിന്റെ ശക്തിക്ക് ഞാൻ വിധേയപ്പെടില്ല, നിന്റെ ഒരു പദ്ധതികൾക്കും ഞാൻ വഴങ്ങിത്തരില്ല എന്ന് പറഞ്ഞ് ആത്മമണ്ഡലത്തിൽ ജീവിക്കാൻ ജീസസ്. കുറേ നഷ്ടങ്ങളുണ്ടാവാം, കുറേ കഷ്ടം പോയെന്നേ. അവൻ സിംഹഗുഹയിൽ തന്നെ വീണു. എന്നാലും ആത്യന്തികമായി ഫൈനലി തനിക്കാണ് ജയം. തനിക്കെതിരെ ആസൂത്രണം ചെയ്തവർക്ക് ജയമുണ്ടായില്ല, അവരുടെ പദ്ധതികൾ നടന്നില്ല. അവനെതിരെ ആസൂത്രണം ചെയ്തവർ സിംഹത്തിനിരയായി. അവനെ സൂക്ഷിക്കാൻ, സിംഹങ്ങളുടെ വായടയ്ക്കാൻ ഇറങ്ങി വന്ന ദൈവം രാത്രി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, തകർക്കാൻ നിൽക്കുന്ന ദുഷ്ടശക്തിയുടെ മേൽ ആധിപത്യമെടുക്കണമോ?
ആത്മജീവിതത്തെ ക്ഷീണിപ്പിക്കാൻ വന്നിരിക്കുന്ന ആ സാഹചര്യത്തോട് ആത്മാവിലൊന്ന് പൊരുതാൻ. ദാനിയേൽ കണ്ടില്ല ആരാണ് ഇതിൻ്റെ ആളുകളെന്ന്, പക്ഷെ രാജാവിനറിയാം. എന്നതുപോലെ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഏത് ദുഷ്ടവ്യാപാരവുമാകട്ടെ, പിശാചിൻ്റെ ഏത് ആസൂത്രിത പരിപാടികളുമാകട്ടെ, പാപമെന്നത് പിശാചിൻ്റെ അടുക്കൽ നിന്ന് വരുന്നതാണെന്നും ആത്മജീവിതത്തെ ക്ഷീണിപ്പിക്കാൻ വന്നിരിക്കുന്ന എന്തും പിശാചിൻ്റെ പദ്ധതിയിൽ നിന്ന് വന്നതാണെന്നും ദൈവവചനം അനുസരിക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്ന എന്തും പിശാചിൻ്റെ വഴിയാണെന്നും തിരിച്ചറിഞ്ഞ് ചെറുത്തുനിന്ന് അതിനെ ജയിക്കാൻ തയ്യാറാകുമോ? ഇല്ല, നിന്റെ പദ്ധതി നടക്കില്ല, ഞാൻ കീഴടങ്ങി തരില്ല, എൻ്റെ ആത്മീകം ഞാൻ കാക്കും, ഞാൻ ദൈവത്തെ അനുസരിക്കും, ഞാൻ ദൈവത്തെ തന്നെ പിൻപറ്റും എന്ന് വിളിച്ചു പറയുന്നതാണ് ഈ യുദ്ധം. അല്ലാതെ വാളെടുത്തുള്ള യുദ്ധമല്ല. പിശാചിൻ്റെ പദ്ധതികളെ നിർവീര്യമാക്കാൻ അവനോട് ചേർത്ത് നിന്ന് എതിർത്ത് നിന്ന് നിനക്ക് വിധേയപ്പെടില്ല. നിന്റെ ഒരു പദ്ധതികളെയും ആസൂത്രണങ്ങളെയും നിന്റെ തന്ത്രങ്ങളെയും ഞാൻ സ്വീകരിക്കില്ല. ഞാൻ എൻ്റെ ഭക്തി മുറുകെ പിടിച്ച് ദൈവ പൈതലായി എന്നെ വിളിച്ച വിളിയിലും കൃപയിലും നിലനിൽക്കും എന്ന് പറയാമെങ്കിൽ അവിടെ ജയമുണ്ടാകും. അതാണ് ഇന്ന് രാത്രി ആത്മാവിന് വിളിച്ചു പറയാനുള്ളത്. ഒന്നുകൂടി എടുത്തു പറയുന്നു, അതിനകത്ത് റിസ്ക് ഉണ്ടാവാം, കഷ്ടമുണ്ടാവാം, ക്ലേശത്തിൻ്റെ സമയങ്ങളുണ്ടാവാം, വലിയ ശോധനകളുടെ നേരമുണ്ടാവാം. എന്നാലും എൻ്റെ ദൈവം വാഴുന്നു. എൻ്റെ ദൈവം ആധിപത്യമുള്ളവനാണ്. അവിടുത്തെ ആധിപത്യത്തെ തകർക്കാൻ ലോകത്തിന് ശക്തിക്ക് കഴിയില്ല. അവിടുത്തെ കരത്തിൽ നിന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ ഒരു ദുഷ്ട പിശാചിന് കഴിയില്ല. അവൻ നിന്നെ കരങ്ങളിൽ വരച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ഉള്ളം ബലപ്പെടട്ടെ, ധൈര്യം കൈക്കൊള്ളട്ടെ. ഒന്നുകൂടെ പറയുന്നു, ദൈവ പദ്ധതികൾ ആത്മാവിൽ ബോധ്യപ്പെടുത്തി തരാൻ കണ്ണുകൾക്കെല്ലാം തെളിഞ്ഞു വരില്ല, പക്ഷെ ഉള്ളത്തിൽ വിശ്വാസത്തിൻ്റെ ഒരു ആത്മാവ് തന്ന് ഒരു ധൈര്യം തന്ന് നിലനിർത്തുന്ന ഒരു കൃപയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ആത്മജീവിതത്തിന് കോംപ്രമൈസ് ഇല്ല, ഒരു വിട്ടുവീഴ്ചയില്ല. എനിക്ക് കിട്ടിയ ദൈവിക വെളിപ്പാട് വിട്ട് ജീവിക്കുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. I will be true to God. I will be true to my faith. I will be true to the Bible. എന്ന് പറയുന്ന അതാണ് വാസ്തവത്തിൽ ഈ യുദ്ധം എന്ന് പറയുന്നത്. ആമേൻ. വേറെ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് നിയോഗമുണ്ട്. പഴയ നിയമത്തിൽ ഒരു മനുഷ്യൻ തന്നെ, വളരെ ചെറുപ്പക്കാരൻ, അങ്ങനെ വലിയ പക്വത എത്തിയിട്ടില്ലാത്തൊരു മനുഷ്യൻ, പക്ഷെ ഒരു പാപത്തിനും ഒരു സാഹചര്യത്തിനും തോൽപ്പിക്കാൻ മേലാത്ത, തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരുത്തൻ. ആളിൻ്റെ പേര് ഞാൻ പറഞ്ഞാൽ തിരിയും. അവൻ്റെ പേരാണ് ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം പറയുന്ന യോസഫ്. ഒന്ന് ശ്രദ്ധിക്കണം മനുഷ്യനെ. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഒരു മുതിർന്ന ഒരു വിശ്വാസിയല്ല. തൻ്റെ ജീവിതത്തിലെ മേജർ പ്രോബ്ലം ഉണ്ടായപ്പോൾ 17 വയസ്സായതേ ഉള്ളൂ. ആ പ്രായത്തിൽ അങ്ങനെ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരായൊരു പ്രായമല്ല. 17 വയസ്സ്. അപ്പോഴാണ് തൻ്റെ സഹോദരന്മാർ തന്നെ പിടിച്ച് വിറ്റ് കളഞ്ഞത്, മിസ്രൈമിലേക്ക് അടിമയായിട്ട് വിറ്റത്. വേറെ കച്ചവടക്കാർക്കാണ് കൊടുത്തത്. കച്ചവടക്കാർ കൊണ്ട് ഈജിപ്തിൽ കൊണ്ടുപോയി കൊടുത്തു. ഈജിപ്തിൽ ചെന്ന് പെട്ടത്
വലിയ സെക്യൂരിറ്റി ഓഫീസറുടെ വീട്ടിൽ, അതും രാജാവിൻ്റെ സെക്യൂരിറ്റി ഓഫീസറുടെ വീട്ടിൽ. ബാക്കി സംഭവങ്ങൾ വചനം അറിയാവുന്ന കുറേ പേർക്കറിയാം. അവിടെ വായിക്കുന്നത് യോസഫ് കോമളനും മനോഹര രൂപിയുമായിരുന്നതുകൊണ്ട്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവനെ വലിയ സ്ഥാനത്തേക്കാക്കി. ആ വീട്ടിൽ ചെന്നപ്പോൾ അടിമയായിട്ടാണ് ചെന്നത്, അടിമച്ചെറുക്കൻ. പക്ഷെ അവനെ കണ്ടപ്പോൾ തന്നെ നല്ല സുന്ദരൻ, കണ്ടാൽ നല്ല സ്മാർട്ട്. അവനെ കൊച്ചു കൊച്ചുകാരി ഏൽപ്പിച്ചു. കൊച്ചു കൊച്ചുകാരി ഏൽപ്പിച്ചപ്പോഴേ എല്ലാം എക്സലൻറ്റ് പെർഫോമൻസ്. തന്നെയല്ല, തൻ്റെ കൂടെ ദൈവമുണ്ടെന്നും ദൈവസാന്നിധ്യം ഉണ്ടെന്നും ദൈവമില്ലാത്തവനായ ഓഫീസർക്ക് ബോധ്യമായി. അങ്ങനെ തൻ്റെ വീടിന് അവനെ മേലധികാരിയാക്കി. എല്ലാം അവൻ്റെ കയ്യിലേൽപ്പിച്ചു. അങ്ങനെ തീരെ ചെറുപ്പം, പക്ഷേ വെരി കേപ്പബിൾ, വെരി ഇൻ്റലിജൻറ്റ്. ആ വീട്ടിൽ വലിയൊരു സ്ഥാനത്തെത്തിയ ആൾ. അപ്പോഴാണ് നമ്മൾ വായിക്കുന്നത്, ഈ ഓഫീസറുടെ ഭാര്യയ്ക്ക് അവനോട് പ്രേമം. യോസഫിന്മേൽ കണ്ണ് പതിച്ച് എന്നോടുകൂടെ ശയിക്കുക എന്ന് പറഞ്ഞു. നാം വായിക്കുന്നത്, അവൻ അതിന് സമ്മതിക്കാതെ യജമാനൻ്റെ ഭാര്യയോട്, ഇതാ വീട്ടിൽ എൻ്റെ കൈവശമുള്ള യാതൊന്നും എൻ്റെ യജമാൻ അറിയത്തില്ല. തനിക്കുള്ളതൊക്കെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ വീട്ടിൽ എന്നെക്കാൾ വലിയവനില്ല. അപ്പം തൻ്റെ സ്ഥാനം തനിക്കറിയാം, നല്ല പൊസിഷൻസ്, നല്ല പ്രിവിലേജസ്, അങ്ങനെ ഉന്നത സ്ഥാനം. പക്ഷേ നീ അവൻ്റെ ഭാര്യയാകിയാൽ നിന്നെ അല്ലാതെ മറ്റ് യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അടുത്തത്, അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. താഴോട്ട് വായിച്ചാൽ, അവൾ ദിനം പ്രതിയും യോസഫിനോട് പറഞ്ഞിട്ടും അവളോടുകൂടി ശയിപ്പാനോ അവളുടെ അരികെ ഇരിപ്പാനോ അവൻ അവളെ അനുസരിച്ചില്ല. അപ്പം ഇവിടെ നമ്മൾ വായിക്കുന്ന ഈ കാര്യം, പാപത്തിനുള്ള സ്വാധീനം, പരീക്ഷ അവന് വന്നു. ആ പ്രായത്തിൽ മുതിർന്ന ഒരു സ്ത്രീ, കുറച്ചുകൂടെ പ്രായമുള്ള സ്ത്രീ സ്വാധീനിച്ചാൽ സാറിന് ആരും പോകും. അവനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു പക്വതയായിട്ടില്ല. അത്രയ്ക്ക് ചെറുപ്പം. അവന് സ്ത്രീകൾക്ക് സ്വാധീനിക്കാൻ പറ്റിയ ഒരു പ്രായം. പക്ഷേ അവൻ തൻ്റെ അധികാരങ്ങളും തൻ്റെ പരിമിതികളും മനസ്സിലാക്കിയിരുന്നു. എന്ന് മാത്രമല്ല, അവൻ്റെ ജീവിതത്തിൻ്റെ വാല്യൂ സിസ്റ്റം അവൻ സെറ്റ് ചെയ്തിരുന്നു. എന്ത് വാല്യൂ സിസ്റ്റം? അവൻ എന്ത് ചെയ്യാം, എന്ത് ചെയ്തുകൂടാ, വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് നോട്ട് റൈറ്റ്, അതവൻ അറിഞ്ഞിരുന്നു. അവന് ദൈവത്തെ അറിയാമായിരുന്നു, ദൈവത്തിൻ്റെ ഹിതം അറിയാമായിരുന്നു. അവൻ പറയാണ്, അവൾ പറയുന്ന ഈ വീട്ടിൽ വേറെ ആരുമില്ല, നമ്മൾ രണ്ടുപേരേ ഉള്ളൂ, വേറെ ആരുമില്ല, ആരും അറിയത്തില്ല. അവൻ പറയുന്നു, ദൈവമുണ്ട് ഇവിടെ, എൻ്റെ അപ്പനും അമ്മയും ഇവിടെ ഇല്ല, എൻ്റെ സ്വന്തക്കാരും ഇല്ല, നിൻ്റെ ഭർത്താവ് ഇവിടെ ഇല്ല, ഈ വീട്ടിലെ ജോലിക്കാരും ഇല്ല എന്ന് എനിക്കറിയാം. പക്ഷേ എന്നെ കാണുന്നൊരു ദൈവം ഇവിടെയുണ്ട്. സി, ആ ബോധം മാത്രമല്ല, ഒന്നുകൂടെ പറയുന്നു, അവൻ്റെ വാല്യൂസ് അവൻ സെറ്റ് ചെയ്തിരുന്നു. പ്രധാനമാണിത്. ഓരോ സാഹചര്യത്തിൽ ചെന്നുപെടുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുക മാത്രമല്ല, ആത്മജീവിതത്തിൽ മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് ദൈവവൈതലായി തീർന്നാൽ, ജീവിതം തുടങ്ങിയാൽ, ഓരോ കാര്യങ്ങളെക്കുറിച്ചും വചനം എന്തു പറയുന്നു എന്നറിഞ്ഞ് അതിന് തക്കവണ്ണം ജീവിതത്തിൽ മൂല്യനിർണ്ണയങ്ങൾ നടത്തണം. മേ ബി ഒരു ഫിലോസോഫിക്കൽ വകാരം. Set your values. What you can do and what you cannot do. What you are supposed to do and what you are not supposed to do. What I can do and what I cannot do. അതറിഞ്ഞിരിക്കണം. അറിയുക മാത്രമല്ല, അത് തീരുമാനിച്ചിരിക്കണം. അല്ലെങ്കിൽ ഒരു സാഹചര്യം വന്നാൽ വീണുപോകും, അപകടം പറ്റിപ്പോവാം. ആർക്കും പറ്റാം, മുതിർന്നവർക്കും പറ്റാം. പക്ഷേ അതിൻ്റെ നടുവിൽ ഈ ചെറുപ്പക്കാരൻ, ഞാൻ ഒന്നുകൂടെ പറയുന്നു,
ഇതെല്ലാം വന്നിട്ടും മാത്രമല്ല, അവൾ ദിവസം പ്രതീതി ചെയ്യുന്നു. കണ്ടിന്യൂവസ് ഒരു പ്രോസസ്. ആദ്യം ഒന്ന് ചെറുത്തു നിന്നു, എന്നാലും പല ദിവസം ആകുമ്പോൾ സ്വാധീനിക്കപ്പെടാം. അല്ല, അവസാനം ബലാത്കാരമായി. ഇതെല്ലാം വന്നിട്ടും അവൻ്റെ ആത്മീയ ജീവിതം വിട്ടുപോകാൻ അവൻ തയ്യാറായില്ല. അതിൻ്റെ ഫലം ഏതാണ്ട് നീണ്ട 13 വർഷത്തെ ജയിൽവാസം, കുറ്റവാളി എന്ന പേരിലുള്ള ജയവാസം. വ്യഭിചാരി ബലാത്സംഗ കുറ്റത്തിന് ജയിൽവാസം അനുഭവിച്ച് കിടക്കേണ്ടി വന്നു. ശിക്ഷ മാത്രമല്ല, ആ അപമാനം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഒരു ചെറുപ്പക്കാരൻ, വളരെ ചെറുപ്പം, യങ് മാൻ, അവൻ്റെ ആത്മീയ ജീവിതം ശക്തിയുള്ളതാണ്. അവൻ്റെ ദൈവഭക്തി ട്രൂ, ഒറിജിനൽ, പ്യൂർ. ഒരു പാപത്തിനും പിടിച്ചു കുലുക്കാൻ മേലാത്ത ആത്മീക മൂല്യമുള്ള ഒരു ചെറുപ്പക്കാരൻ. ഇതെല്ലാം സംഭവിച്ചിട്ടും ദൈവകൃപ വിട്ടില്ലല്ലോ. ജയിലിൽ കിടക്കുമ്പോഴും കൃപയുടെ വ്യാപാരമല്ലേ, ദർശനമല്ലേ, വെളിപ്പാടല്ലേ, വിഷമിച്ചിരിക്കുന്നവരെ പോയി ആശ്വസിപ്പിക്കുന്ന, സഹായിക്കുന്ന ഒരുത്തനല്ലേ. ജയിൽ ഉദ്യോഗസ്ഥൻ തൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഇവനെ ഏൽപ്പിച്ചില്ലേ? ഉദ്യോഗവും ശമ്പളവും അയക്ക്, പക്ഷേ ജോലി ചെയ്യുന്നത് മുഴുവനും ഈ യോസഫിന്. അങ്ങനെ പോയിടത്തെല്ലാം കൃപയുടെ വ്യാപാരമുണ്ടാകാൻ ഒരുവൻ തന്നെ ഏൽപ്പിച്ച്, ഞാൻ ഒന്നുകൂടെ പറയുന്നു, പുതിയ വിശ്വാസി അല്ല, പക്ഷെ ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ ഒരു കൊച്ചു ബാലൻ വീട്ടിലെ പ്രശ്നങ്ങളുടെ നടുവിൽ സഹായം, നല്ല അന്തരീക്ഷത്തിൽ ജീവിച്ചവനല്ലെന്നേ. അവൻ്റെ വീട്ടിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവൻ്റെ സഹോദരന്മാർക്ക് നേരത്തെ അവനോട് വെറുപ്പാണ്. അവസാനം അവർ വിറ്റുകളഞ്ഞതാണ്. അപ്പം വീട്ടിലെ പ്രശ്നം, പോയിടത്തെ പ്രശ്നം, താൻ അകാരണമായി കുറ്റം ചെയ്യാതെ ജയിലിൽ കിടക്കുകയാണ്. ഇതിൻ്റെ എല്ലാം നടുവിൽ ആത്മീയത്തോട് വിയോജിപ്പ് തോന്നണ്ടേ? ഇഷ്ടക്കേട് തോന്നണ്ടേ? ഞാൻ ഭക്തിയായിട്ട് ജീവിച്ചിട്ടും ഇതാണോ എനിക്ക് കിട്ടിയത്? ഞാൻ പാപം ചെയ്യാതെ ഭക്തിയായിട്ട് ജീവിച്ചിട്ടും ഞാൻ 13 വർഷം കൊണ്ട് ജയിലിൽ കിടക്കുന്നു. എന്നെ പുറത്തു കൊണ്ടുവരാൻ ആത്മകൃപ ഇടയ്ക്ക് ഉപയോഗിച്ചിട്ടും ഇല്ലേ? 2 പേർക്ക് ദർശനം അവരുടെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തില്ലേ? ഒരുത്തൻ ചത്തു, വേറൊരുത്തനെ രാജാവ് തൻ്റെ സ്ഥാനത്താക്കി. അവനോടും പറഞ്ഞ് എൻ്റെ കാര്യം ഒന്ന് ചെയ്യണമെന്ന്, പക്ഷെ അവനും മറന്നിട്ടും ജീസസ് പിന്നെയും അവൻ്റെ മേൽ ദൈവകൃപ വ്യാപരിക്കുന്നു. സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ അവൻ പ്രാപ്തനായിത്തീരുന്നു. കണ്ടില്ലേ കൃപയുടെ വ്യാപാരം? പാപം എതിലെ വന്നാലും, എത്ര ശക്തിയോടെ വന്നാലും, എത്ര സമ്മർദ്ദത്തോടെ വന്നാലും, നിരന്തരമായി വന്നാലും അതിന് പുറകെ പോകാത്ത ഇതാണ് ചേർത്ത് നിൽക്കുന്നത്. പാപത്തെ ചേർത്ത് നിൽക്കുന്നത് ഇതാണ്. അവസരങ്ങൾ നോക്കി അങ്ങനെ സംഭവിച്ചു പോയി സോറി എന്ന് പറയുന്നതല്ല ആത്മജീവിതത്തിൻ്റെ ജയം. ഒരു ബലഹീന നിമിഷം വന്നു അങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറയുന്നതല്ല ആത്മജീവിതത്തിൻ്റെ ജയം. ഞാൻ ഒന്നുകൂടെ പറയുന്നത്, വാല്യൂ സെറ്റ് ചെയ്യണം. നമ്മൾ ഓരോ ജീവിത കാര്യത്തെക്കുറിച്ചും വാല്യൂ സെറ്റ് ചെയ്ത് വചനമറിഞ്ഞ മൂല്യങ്ങൾ നിർണയിച്ച് അങ്ങനെ ഞാൻ ജീവിക്കൂ എന്ന് ഉറപ്പാക്കണം. ആ സാഹചര്യം വരുമ്പോൾ ആ ഉറപ്പ് ആവർത്തിച്ച് പറയണം. അതിൻ്റെ മേൽ എന്ത് സമ്മർദ്ദം വന്നാലും അത് ഉറപ്പിച്ച് പറയണം. എന്നാ അവൻ്റെ മനസ്സും അവൻ്റെ ബുദ്ധിയും അവൻ്റെ ഇമോഷൻസും അവൻ്റെ വില്ലും എല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ച് അവൻ ജീവിതത്തിൽ ജയമെടുത്തു. ജീസസ്. ഇന്നത്തെ ലോകത്തിൽ പാപം തുറന്നു കിടക്കുന്നൊരു ലോകം, ഇൻ്റർനെറ്റിൻ്റെ ലോകം. പുതിയ വചനം അനുസരിച്ച് തൻ്റെ ഒരുത്തിയെ മോഹത്തോടെ നോക്കിയാൽ അത് വ്യഭിചാരം ആയിക്കഴിഞ്ഞു. മറിച്ച് തൻ്റെ ഭർത്താവല്ലാത്ത ഒരുത്തനെ മോഹത്തോടെ നോക്കിയാൽ അത് വ്യഭിചാരം ആയിക്കഴിഞ്ഞു. ഇന്നത്തെ ലോകം ഒരുപാട് തിന്മയ്ക്ക് വഴിതെളിച്ച്
ഈ ഇൻ്റർനെറ്റും ഓൺലൈൻ സമ്പ്രദായങ്ങളും വന്ന് അനേകം മനുഷ്യർ പാപികളായി. ചാറ്റിങ്ങിലൂടെ, pornographyയിൽ കൂടി തിന്മകൾ ലോകം മുഴുവൻ വ്യാപരിച്ച് വലിയ വലിയ വിഭാഗങ്ങൾ തിന്മയിലാകുമ്പോൾ, വളരെ ആത്മമണ്ഡലത്തിൽ ഉയർന്നു നിൽക്കുന്നവരെന്ന് തോന്നുന്ന ആളുകൾ പോലും ഇതിൻ്റെ കുടുക്കിൽപ്പെടുമ്പോൾ ദൈവത്തിന് ചോദിക്കാനുള്ളത്, നിൻ്റെ ഭക്തി എവിടെ? ഇതിന് നടുവിൽ വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ലോകം എതിരെയെല്ലാം കയറി വന്നാലും, തിന്മയുടെ മണ്ഡലം പാപം എതിരെ വന്നാലും എന്നെ തൊടില്ല എന്ന് പറയാൻ, അതിനോട് ചേർത്ത് നിൽക്കാൻ, ഞാൻ ആ സൈറ്റിൽ പോവില്ല എന്ന് പറയാൻ, എൻ്റെ മൗസ് അവിടെ ക്ലിക്ക് ചെയ്യില്ല എന്ന് പറയാൻ, എൻ്റെ കണ്ണതിൽ പതിക്കില്ല എന്ന് പറയാൻ, പണ്ട് യോബ് പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു. ഞാനൊരു നിയമം ചെയ്തു, എനിക്ക് നോക്കിക്കൂടാ. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ വാല്യൂ സെറ്റ് ചെയ്തു. അതാണ് പറഞ്ഞത്, എൻ്റെ കണ്ണുമായി ഞാനൊരു നിയമം ചെയ്തു. എൻ്റെ വാല്യൂ സെറ്റ് ചെയ്തിരിക്കാൽ അതിന് വിപരീതമായി പിശാച് ആരെ ഇളക്കി കൊണ്ടുവന്നാലും, ഏതെല്ലാം സിസ്റ്റംസ് കൊണ്ടുവന്നാലും, എന്തെല്ലാം ഡിവൈസസ് കൊണ്ടുവന്നാലും, എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുവന്നാലും, പിശാച് നിൻ്റെ ഒറ്റ ചരക്കിന് ഞാൻ വിധേയപ്പെടില്ല. I have decided to be a child of God. I have decided to be a saint of God. I have decided to follow Jesus. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുവാനായ യേശുവിനെ നോക്കും. പിശാചേ, നീ എന്തെല്ലാം ചരക്ക് എൻ്റെ വഴിക്ക് വാരി വിതറിയാലും അതിനെ ഞാൻ നോക്കില്ല. എൻ്റെ ഓട്ടം ഞാൻ സ്ഥിരതയോടെ ഓടും. ഞാനിന്ന് രാത്രി ആത്മാവിൽ സംസാരിക്കുന്നു. ഞാനിന്ന് രാത്രി വെളിപ്പാടിൽ സംസാരിക്കുന്നു. സ്വാധീനങ്ങളും സമ്മർദ്ദങ്ങളും ഓരോ തരത്തിൽ ജീവിതത്തിൽ വന്ന് സ്വാധീനിച്ച്, ചിന്ത പതറിച്ച്, ജീസസ് ജീവിതത്തെ വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്ന പല മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ആത്മാവ് കാണുന്നു. ഇന്ന് രാത്രി ദൈവത്തിന് പറയാനുള്ളത്, തയ്യാറാകൂ, യുദ്ധം ചെയ്യാൻ തയ്യാറാവും. പാപത്തോട് പൊരുതാൻ തയ്യാറാകൂ. ഒരു കാരണവശാലും ഈ ജഡത്തിന് ബലഹീനതയുണ്ടെന്ന് പറഞ്ഞ്, ഈ ശരീരത്തിന് കഴിയില്ല, ഇത്രേ പറ്റുള്ളൂ എന്ന് പറയാതെ, റോമാലേഖനം 8-ാം അധ്യായം 2-ാം വാക്യം കൂടെ വായിക്കണം. ഇത്ര പ്രശ്നങ്ങളെല്ലാം എൻ്റെ സിസ്റ്റത്തിൽ കിടപ്പുണ്ടെങ്കിലും, റോമാലേഖനം 8-ാം അധ്യായം 2-ാം വാക്യം, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും പ്രമാണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് സിസ്റ്റമായി രക്തത്തിൽ ഇത് അലിഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ അപ്പുറത്ത്, മരണത്തിൻ്റെ പ്രമാണത്തിൻ്റെ അപ്പുറത്ത് ജീവൻ്റെ പ്രമാണമുണ്ട് എന്ന് പറഞ്ഞാൽ, ജീവൻ്റെ അഭാവമല്ലേ മരണം? ജീവൻ പോകുമ്പോഴല്ലേ മരണം വരുന്നത്? മരിച്ച ഒരുത്തനിൽ ജീവൻ കയറി വന്നാലോ ചാടി എഴുന്നേക്കില്ലേ? ആമേൻ. അതാണ് നമുക്ക് സംഭവിക്കേണ്ടത്. ആത്മാവ് പ്രാപിച്ചു എന്ന് പറഞ്ഞ് കേവലം അന്യഭാഷ പറയാനും കേവലം പാട്ടുപാടാനും മാത്രമല്ല, അത് ശരീരത്തിൽ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ ഇറങ്ങി ഓരോ ശരീര അവയവങ്ങളിലേക്കും ഇറങ്ങി നിറച്ചതിൻ്റെ ശക്തി ഇതിനകത്ത് വ്യാപരിപ്പിച്ച് അത് ഇതിനകത്ത് തങ്ങി, പാപം ഏതിലേ വന്നാലും ചെറുത്ത് നിൽക്കുന്ന, ഇതിനകത്ത് തൊടാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ഒരാത്മശക്തിയുടെ വ്യാപാരം ഇതിനകത്ത് മുഴുവൻ ഇറങ്ങണമെന്ന് ഒന്നുകൂടെ ഞാൻ പറയുന്നു. കണ്ണിനകത്തും ആത്മസാന്നിധ്യവും പരിശുദ്ധാത്മ നിറവും വേണം. കണ്ണിനകത്തേക്ക് കരുതാത്ത ഒരു സ്റ്റിമുലസ് വന്നാൽ ഇതിനകത്ത് നിന്ന് ദൈവശക്തി ഇറങ്ങിച്ചെന്ന് അതിനെ ചെറുക്കാൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ. ഈ കാലിലേക്ക് എന്തെങ്കിലും ഒരു തിന്മയുടെ ശക്തി വന്ന് അങ്ങോട്ടൊന്ന് പോകണമെന്ന് തോന്നിയാൽ ഇതിനകത്ത് ആത്മസാന്നിധ്യം ഇറങ്ങി വന്നിട്ട്, നിനക്ക് നടക്കാൻ പറ്റുന്ന പാത അല്ലത്, അവിടേക്ക് പോകരുതെന്ന് ഈ കാല് വിളിച്ചു പറയുന്ന ഒരാത്മസാന്നിധ്യം. ഈ തലയ്ക്കകത്ത് തരാത്തൊരു ചിന്ത വന്നാൽ ഇതിനകത്തേക്ക് ആത്മസാന്നിധ്യം ഇറങ്ങി തലച്ചോറിനെ മുഴുവൻ നിറച്ചിട്ട്, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, ലോകമേ നിൻ്റെ ചീത്ത സാധനങ്ങൾ എനിക്ക് വേണ്ട, ഞാൻ സ്വർഗീയ കാര്യങ്ങളെ ചിന്തിച്ച് അവിടെ ജീവിക്കുമെന്ന് തലച്ചോറ് വിളിച്ചു പറയുന്ന, ഈ അധരങ്ങൾ വിളിച്ചു പറയുന്ന ഓരോ മണ്ഡലത്തിൽ ദൈവത്തിൻ്റെ പൈതൽ ജീവിക്കണമെന്നും
ജൈലബ സന്തുരിബിരസ്യ. ഞാൻ ഇന്ന് രാത്രി ഒന്നുകൂടെ പറയുന്നു, ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഓരോ സാഹചര്യത്തിൽ നിർവീര്യമാക്കി നിന്റെ ബലം കെടുത്തിയാൽ നിന്നെ നശിപ്പിക്കാം. അതിന് തക്കവണ്ണം അതിൻ്റെ പദ്ധതികളുമായി വന്നിരിക്കുന്നിടത്ത് ഇന്ന് രാത്രി ധൈര്യത്തോടെ അധികാരത്തോടെ വിളിച്ചു പറയുമോ, ഇല്ല പാപമേ, ഇല്ല 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 ഇല്ല, നിന്നെ അനുവദിക്കില്ല. എൻ്റെ ശരീരത്തിൽ ഒറ്റ അവയവത്തെ തൊടാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ഇതിന് നിസ്സാരമായ വഴിയില്ല. There is no simple way. There is no easy way. There is no easy way. The only way is to rise and fight. Fight back. Fight back. Fight back. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കാൻ പ്രത്യക്ഷനായ യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ, അവൻ്റെ ആത്മശക്തിയുടെ വ്യാപാരത്താൽ പിശാച് കൊണ്ടിരുന്ന മുഴുവൻ പ്രവൃത്തികളെയും അഴിച്ചു കളവാൻ ചെറുത്തു നിന്ന്, എതിർത്ത് നിന്ന്, ഇല്ല, സമ്മതിക്കില്ല, സമ്മതിക്കില്ല. എൻ്റെ ഒറ്റ അവയവത്തെ മലിനമാക്കാൻ സമ്മതിക്കില്ല. ഒരശുദ്ധി ഇതിനകത്ത് കയറാൻ സമ്മതിക്കില്ല. ഒറ്റ പാപം ഇതിനകത്ത് കയറാൻ സമ്മതിക്കില്ല. Come on. Be sanctified, be pure, be holy. Be holy. There is power in holiness. വിശുദ്ധിയിൽ ശക്തിയുണ്ട്, ഭയങ്കര ശക്തിയുണ്ട്. പിശാചിന് അടുക്കാൻ മേലാത്ത ശക്തി വിശുദ്ധിയിലുണ്ട്. പരിസരത്ത് വരും, പക്ഷെ തൊടാൻ പറ്റാതെ അത് മാറിപ്പോയിക്കൊള്ളും. കേട്ടിട്ടുണ്ടോ? പണ്ടൊരു പാട്ട് പാടിയിട്ടുണ്ട്, ഒത്തിരി പണ്ടല്ല. പാപത്തോട് നാം പോരാടണം. പാപത്തിന് മുമ്പാകെ പകച്ചു നിൽക്കരുത്. പരീക്ഷയുടെ മുമ്പാകെ ക്ഷീണിച്ച് നിൽക്കരുത്, സംശയിച്ച് നിൽക്കരുത്. ഞാൻ ഒന്നുകൂടെ പറയുന്നത്, സെറ്റ് യുവർ വാല്യൂസ്. ഓരോ മനുഷ്യരും സെറ്റ് യുവർ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ദൈവഹിതം എന്താ തിരിച്ചറിഞ്ഞ് ആ ദൈവഹിതത്തിൽ ഞാൻ ജീവിക്കും എന്ന് ഉറപ്പിച്ച് പറയുന്നതിനാണ് സെറ്റ് യുവർ വാല്യൂസ് എന്ന് ഞാൻ പറയുന്നത്. ശരി എന്താണ്, തെറ്റെന്താണ് തിരിച്ചറിഞ്ഞ് ഞാൻ ശരി മാത്രം ചെയ്യും. ദിസ് ഈസ് ഇറ്റ്. ഓരോ കാര്യത്തെക്കുറിച്ചും അത് സെറ്റ് ചെയ്തിരിക്കണം. വെറും ഒരു ജനറൽ പ്രിൻസിപ്പിൾ മാത്രമല്ല, ജീവിതത്തിൻ്റെ ഓരോ മണ്ഡലങ്ങളിലും അത് സെറ്റ് ചെയ്യണം, തീരുമാനിച്ചിരിക്കണം. അതിനനുസരിച്ച് ജീവിക്കാൻ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു. തോൽവികളിൽ നിന്ന് ചിലർ എഴുന്നേൽക്കണമെന്ന് ആത്മാവ് പറയുന്നു. ആത്മജീവിതത്തിൽ വരുത്തിയ കോംപ്രമൈസ് ഇന്ന് രാത്രി നിർത്തലാക്കണമെന്ന് ആത്മാവ് പറയുന്നു. കോംപ്രമൈസ് ഇന്ന് രാത്രി നിർത്തലാക്കണം. ഒരു ആക്ഷൻ ഇന്ന് രാത്രി വേണം. ആക്ഷൻ വേണം, എന്നാലേ ജയമുണ്ടാവുള്ളൂ. കാര്യം കേട്ടിട്ട് പോയാൽ പോരാ. ഒരു 2 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കുമോ? ഉജ്ജു കമാൻ ക്വിക്ക്. ഒന്ന് ഹൃദയങ്ങളെ വണക്കുമോ? എവിടെയാണ് തോൽവിയുടെ മണ്ഡലമെന്നറിയാം നിങ്ങൾക്ക്? നമുക്കറിയാം. എവിടെയാണ് നമ്മെ ക്ഷീണിപ്പിച്ചിരിക്കുന്നതെന്ന് തന്നെത്താൻ പരിശോധിക്കുന്ന ഏത് വ്യക്തിക്കും അറിയാം. ഈ രാത്രി ആ ക്ഷീണത്തിൽ പോവാതെ അതിൻ്റെ മേൽ ജയമെടുത്തു പോകാൻ ആത്മാവ് പറയുന്നു. നിങ്ങൾക്ക് കഴിയും. നിസ്സാരമല്ല, പക്ഷേ ഈ പറഞ്ഞതുപോലെ ജീവിതത്തിൽ ആ വാല്യൂസ് ഒന്ന് സെറ്റ് ചെയ്ത് ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് അല്പസമയം ഉപയോഗിക്കും. മറ്റത് പലതും ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചു, പെട്ടെന്ന് കയറി സംഭവിച്ചു. നമ്മൾ കണക്ക് കൂട്ടിയിരുന്നില്ല, നമ്മൾ അറിഞ്ഞിരുന്നില്ല. വി വർ നോട്ട് പ്രിപ്പയർഡ്. നമ്മൾ ഒരുങ്ങിയിരുന്നില്ല. ആൻഡ് വി ഫെയിൽ. പക്ഷേ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ടേക്ക് എ മോമെൻറ്റ്. അതിൻ്റെ തീരുമാനമെടുത്ത് ഇന്ന് രാത്രി തന്നെ പോയി കുറച്ച് സമയം ആത്മാവിൽ ചെലവഴിച്ച്, ദൈവമേ എൻ്റെ ജീവിതത്തിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യാൻ ഇന്ന് രാത്രി എനിക്കൊരു കൃപ തരണമേ. നേരം വെളുത്തിയാൻ എഴുന്നേറ്റ് വരുമ്പോൾ ഐ മസ്റ്റ് ബി എ ന്യൂ പേഴ്സൺ.
a determined person. Jesus. പിശാചിന് സ്വാധീനിക്കാൻ കഴിയാത്തൊരു വ്യക്തിയായിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് വരാൻ ഒരു സമർപ്പണം ഇപ്പോഴും ഇന്ന് രാത്രി കുറെ സമയം വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടി തിരുവൻഭാഗം ചെലവഴിക്കും. ചിലരുടെ മേൽ ആത്മാവിന് ചില ക്രിയകൾ ചെയ്യാനുണ്ട്, വ്യക്തമായ ചില സംഭവിക്കാനുണ്ട്. പിശാച് ഭയപ്പെടുന്ന ചിലർ ദൈവജനത്തിന് നടുവിൽ വേണം. അതിനെ തിരിച്ചാക്രമിക്കാൻ, കീഴടക്കാൻ കഴിയുന്ന ആളുകൾ ദൈവജനത്തിൽ വേണം. ചിലതിനെ പിടിച്ചുകൊണ്ടു പോകാൻ, ആത്മലോകത്തിൽ ചിലതിനെ നശിപ്പിക്കാൻ വന്നിരിക്കുന്ന ദുഷ്ടശക്തിയെ അവിടെത്തി അവരെ രക്ഷിക്കാൻ കഴിവുള്ള, അതിനെ വായിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിവുള്ള ചില ആത്മമണ്ഡലക്കാർ ദൈവത്തിൻ്റെ സഭയിൽ വേണം. ജീസസ്, ജീസസ്, ജീസസ്. കൂടെ കൂടെ തോൽവി സംഭവിക്കുന്ന ചിലതിനെ ആത്മശക്തിയുടെ വ്യാപാരം കൊടുത്ത് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ചിലതിനെ ദൈവം നോക്കുന്നു. തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ചിലതിനെ ദൈവം നോക്കുന്നു. കമോൺ, ഒരു മിനിറ്റ് എടുക്കുമോ? സറണ്ടർ യുവർ ലൈഫ്. നല്ല പോലെ തീരുമാനിച്ച് പറയൂ, പാപത്തോട് ഞാൻ പോരാടും, പോരാടി നിൽക്കും, ജയം എനിക്കാണ്. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുവാനുമായ യേശു എനിക്ക് ജയം തരും, എനിക്ക് ജയം തരും. ജീസസ്. പിതാവേ, ഇന്ന് രാത്രി അങ്ങയുടെ ശക്തിയുടെ ഒരു വ്യാപാരം, അങ്ങയുടെ ആത്മകൃപയുടെ ഒരു വ്യാപാരം ഞങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വരണമേ. ജീസസ്. വല്ലാതെ സമ്മർദ്ദത്തിലായിരിക്കുന്ന ചിലർ ഇന്ന് രാത്രി വിടുവിക്കപ്പെടേണ്ടതിന്, അവരെ പിടിച്ചമർത്തുന്ന ആ കരം ഇന്ന് രാത്രി നിർവീര്യമായി പോകേണ്ടതിന്, അതിന് ശക്തി ക്ഷയിച്ചു പോകേണ്ടതിന് ഒരു മഹത്വത്തിന്റെ വ്യാപാരം ഇതിനകത്തിറങ്ങി വരണമേ. Come, Holy Spirit. Come, Holy Spirit. Come, Holy Spirit, with your power, with your glory. ആ ചില സമ്മർദ്ദത്തിന്റെ ശക്തികൾ ഇന്ന് രാത്രി നിർവീര്യമാകട്ടെ. ചിലതിനെ തോൽപ്പിക്കാൻ കണക്കുകൂട്ടി വന്നിരിക്കുന്ന വ്യാപാരങ്ങളുടെ മേൽ ഇന്ന് രാത്രി ജയമെടുക്കാനുള്ള നേരം, അതിന്റെ ശക്തികളെ നിർവീര്യമാക്കാനുള്ള നേരം. In the name of Jesus, in the name of Jesus. ആ സ്വാധീന ശക്തികളെ വിശ്വസിക്കുന്ന ജനത്തിന്റെ മേൽ നിന്ന്, സമർപ്പിക്കുന്ന ജനത്തിന്റെ മേൽ നിന്ന് ഇന്ന് രാത്രി നിർവീര്യമാക്കി കളയും. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആത്മാവിന്റെ അധികാരത്താൽ ഇന്ന് രാത്രി സമർപ്പിച്ച വ്യക്തികളുടെ മേൽ നിന്ന് അതിന്റെ സ്വാധീന ശക്തികൾ നിർവീര്യമായി പോകട്ടെ. ആ കൈ എടുത്ത് മാറ്റപ്പെടട്ടെ, അതിന്റെ ബലമില്ലാതെ പോകട്ടെ. Jesus name. Jesus name.
സർവായുധങ്ങൾ നാം ധരിക്കണം, വിശ്വാസമാ പരിചയേന്തണം. ആത്മാവിൻ സർവായുധങ്ങൾ നാം ധരിക്കണം, വിശ്വാസമാ പരിചയേന്തണം. അരയ്ക്ക് സത്യവും നീതി കവചവും, അരയ്ക്ക് സത്യവും നീതി കവചവും, രക്ഷയും ശിരസ്ത്രവും അണിഞ്ഞൊരുങ്ങണം, രക്ഷയും ശിരസ്ത്രവും അണിഞ്ഞൊരുങ്ങണം. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. ഏകനാഥനേശുവിൻ ജേതാക്കളെ, ഏകാത്മാവിൽ ബലം ധരിക്കുവിൻ. ഏകനാഥനേശുവിൻ ജേതാക്കളെ, ഏകാത്മാവിൽ ബലം ധരിക്കുവിൻ. ശുദ്ധരാകുവിൻ, ശക്തരാകുവിൻ, ശുദ്ധരാകുവിൻ, ശക്തരാകുവിൻ. ഘോരനായ ശത്രുവോട് പോരാടുവിൻ, ഘോരനായ ശത്രുവോട് പോരാടുവിൻ. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. തിന്മകൾ നമുക്ക് നേരിടേണ്ടതുണ്ടു, നന്മകളാൽ ജയം വരിക്കണം. തിന്മകൾ നമുക്ക് നേരിടേണ്ടതുണ്ടു, നന്മകളാൽ ജയം വരിക്കണം. പാപത്തോടു പോരാടണം, പാപത്തോടു പോരാടണം. പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കണം, പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കണം. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. ശത്രുവോട് എതിർക്കുവാൻ ജയം നേടുവാൻ ആത്മാവിൻ ശക്തി സംഭരിക്കുവാൻ. ശത്രുവോട് എതിർക്കുവാൻ ജയം നേടുവാൻ ആത്മാവിൻ ശക്തി സംഭരിക്കുവാൻ. ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. ഇടവിടാതെ സ്തോത്രത്തിൽ ജാഗരിക്കണം, ഇടവിടാതെ സ്തോത്രത്തിൽ ജാഗരിക്കണം. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. ആത്മാവിൻ സർവായുധങ്ങൾ നാം ധരിക്കണം, വിശ്വാസമാ പരിചയേന്തണം. ആത്മാവിൻ സർവായുധങ്ങൾ നാം ധരിക്കണം, വിശ്വാസമാ പരിചയേന്തണം. അരയ്ക്ക് സത്യവും നീതി കവചവും, അരയ്ക്ക് സത്യവും നീതി കവചവും, രക്ഷയും ശിരസ്ത്രവും അണിഞ്ഞൊരുങ്ങണം, രക്ഷയും ശിരസ്ത്രവും അണിഞ്ഞൊരുങ്ങണം. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. 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 വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രി അവിടുത്തെ അത്യന്ത ശക്തി പാപത്തെ ജയിക്കുന്ന, വിഷാദിനെ ജയിക്കുന്ന, ലോകത്തെ ജയിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം യേശുവിന്റെ നാമത്തിൽ
ജയത്തിനായി അത്യന്ത ശക്തി യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കേൾക്കപ്പെട്ട വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ ദാസനെ ഇന്ന് രാത്രിയിൽ നമുക്ക് ആവശ്യമുള്ള ദൈവത്തിൻ്റെ ദൂത് നൽകുവാൻ കർത്താവ് കരങ്ങളിൽ ഉപയോഗിച്ചു. നമ്മെ തന്നെ ആ വചനത്തിന് മുൻപിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവെ, പലപ്പോഴും പല തലങ്ങളിലും പല പാപങ്ങളുടെ മേലും പല പ്രലോഭനങ്ങളുടെ മേലും പല സ്വഭാവങ്ങളുടെ മേലും എനിക്ക് ജയം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പലപ്പോഴും അത് കഴിയാറില്ല. തീരുമാനങ്ങൾ ഞാൻ എടുക്കാറുണ്ട്, പക്ഷേ അതിനെനിക്ക് നിലനിൽക്കാൻ കഴിയുന്നില്ല. ജീവിതം, ആത്മീക ജീവിതം, ക്രിസ്തീയ ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവെ പലപ്പോഴും ഒരു പരാജയമായി എനിക്ക് ഫീലാകുന്നുണ്ട്. ഇന്ന് രാത്രി ദൈവമേ കേട്ട വചനത്തിന് മുൻപാകെ ഞാൻ സമർപ്പിക്കുന്നു. എത്ര പേർക്ക് തങ്ങളെ തന്നെ താഴ്മയോടെ ദൈവമേ അങ്ങയുടെ ബലം കൊണ്ട് മാത്രമേ എനിക്ക് ജയിക്കാൻ കഴിയൂ. ഇന്ന് രാത്രി എൻ്റെ മേലൊരു അഭിഷേകം പകരണം. ഞാൻ പരാജയപ്പെട്ട് വീണ് കിടക്കുന്നവനായിരിക്കാനല്ല, കർത്താവെ ശത്രുവിനെ ജയിക്കുന്ന അഭിഷേകത്തിൻ്റെ കൃപ ഈ ദിവസങ്ങളിൽ എൻ്റെ മേലൊന്ന് പകരണമെന്ന് എത്ര പേർക്ക് ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും. യേശുവിൻ്റെ മഹത്വം പ്രാണത്യാഗത്തോളം പാപത്തോട് പോരാടുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ മരിക്കേണ്ടി വന്നാലും അരുതെന്ന് ദൈവം പറഞ്ഞു. ജീസസ് ഹല്ലേലൂയ. എന്തെല്ലാം നഷ്ടം സഹിക്കേണ്ടി വന്നാലും അരുതെന്ന് ദൈവം പറഞ്ഞത് ചെയ്യുവാൻ എൻ്റെ കൈ കൊണ്ടോ എൻ്റെ ചിന്തകൾ കൊണ്ട് എൻ്റെ കാലുകൾ കൊണ്ട് എൻ്റെ അവയവങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതത്തിലൊരിക്കലും ഇടയാകരുത്. നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതിൻ്റെ മേലൊരാത്മാവിൻ്റെ മുദ്ര ഇന്ന് രാത്രി ദൈവം നൽകട്ടെ. ദൈവസന്നിധി വചനത്തിന് മുൻപാകെ സമർപ്പിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ മുദ്ര, പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര ദൈവം നൽകി നമ്മളെ ജയത്തോടെ നടത്തും. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ എന്നോട് ചെയ്ത ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ ജീവിപ്പാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. നാളെ നടക്കേണ്ട മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസനെ നമുക്ക് ശക്തമായി ദൈവം അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവകരങ്ങളെ ഏൽപ്പിക്കാം. കുര്യൻ സാബൻ പാസ്റ്റർ ഇപ്പോൾ മുന്നോട്ട് കടന്നു വന്ന്
സ്വർഗീയ പിതാവേ, ഞങ്ങൾ വീണ്ടും അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രി സമയത്തിനായിട്ട് സ്തോത്രം. ഇന്ന് സന്ധ്യാസമയം ആലയത്തിൽ കടന്നു വന്ന് കർത്താവെ അങ്ങയെ സ്തുതിപ്പാനും അങ്ങയെ ആരാധിപ്പാനും അവിടെ ഞങ്ങൾ കൃപ നല്ലോ ഇടവിലദാസങ്ങൾ കൂടെ കേൾപ്പിച്ച ദൈവിക ആലോചനകൾക്കായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പാവത്തോട് പോരാടി ഒരു വിജയകരമായ ക്രിസ്തുവിനെ നയിച്ച് മുന്നേറുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ മാതൃക ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കിക്കൊണ്ട് കർത്താവെ അങ്ങയെ പ്രസാദിപ്പിച്ച് അതിനെതിരായി വരുന്ന സകല പ്രതിസന്ധികളുടെ മേലും ജയമെടുത്ത് മുന്നേറുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാവത്തോട് പോരാടുവാൻ കൃപ നൽകണമേ. ലോകത്തോട് പോരാടി ജയിപ്പാൻ സഹായിക്കണം. പ്രതിസന്ധികളുടെ മേൽ ജയമെടുപ്പാൻ കൃപ നൽകണമേ. സാഹചര്യങ്ങളെ അതിജീവിച്ച് കർത്താവെ അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിതം മുൻപോട്ട് നയിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് ഞങ്ങളുടെ വിശ്വാസ യാത്ര മുൻപോട്ട് നയിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. കർത്താവ് ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ വിജയിക്കേണ്ട സാഹചര്യങ്ങളിൽ വിജയമെടുത്തുകൊണ്ട് ദൈവ സാന്നിധ്യത്തിൽ ആയിരുന്നുകൊണ്ട് ദൈവിക സഹായത്താൽ വിജയകരമായൊരു ക്രിസ്തുവിനെ നയിച്ച് മുൻപോട്ട് അല്ലെങ്കിൽ മുന്നേറുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം സൂക്ഷിപ്പാൻ അങ്ങയുടെ ഭൃത്യനെ അവിടുന്ന് അധികാരപ്പെടുത്തിയല്ലോ. താവേ ആവശ്യമായ കൃപ നൽകണമേ, ബലം നൽകണമേ. കുടുംബമായ ദൈവം അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശുശ്രൂഷയിൽ അധികമായി വർദ്ധിച്ചു വരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ ഞങ്ങളുടെ ജനത്തിനായും സ്തോത്രം. കർത്താവെ ഇന്ന് രാത്രിയിൽ അവിടുന്ന് വാസ്തവമായി അല്ലെങ്കിൽ ചില ജീവിതങ്ങളോട് ഇടപെടുകയും അവിടുന്ന് സംസാരിക്കുകയും ചെയ്ത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ കേട്ട ദൈവത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അതിനെ പൂർണ്ണമായി കർത്താവെ ജീവിതത്തിൽ പ്രായോഗികമായിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവയോട് അടുത്ത ദിവസവും നടക്കുന്ന മീറ്റിങ്ങിനെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. അവിടുത്തെ ജനം കടന്നു വന്ന് അവിടുത്തെ വചനം ശ്രവിപ്പാൻ അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെയും ഇവിടെയുള്ള ദൈവജനത്തെ അനുഗ്രഹിക്കണമേ. കർത്താവയുടെ ശുശ്രൂഷകൾ ദാസനെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും പകർന്ന് കർത്താവ് സഹായിക്കണം. സമാധാനത്തോടെ ഞങ്ങൾ അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും പുകഴ്ച അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ. നല്ലവൻ, എന്നെന്നും നല്ലവൻ. ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ. ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ. ദൈവം നല്ലവൻ, എന്നെന്നും നല്ലവൻ. ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ. ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ. അവങ്കലേക്ക് നോക്കിയോ പ്രശോഭിതരായി ആരും നിലനിൽക്കുകയില്ല അവർക്കെതിരായി. അവങ്കലേക്ക് നോക്കിയോ പ്രശോഭിതരായി ആരും നിലനിൽക്കുകയില്ല അവർക്കെതിരായി. ദൂതർ ഭക്തർ ചുറ്റും നിൽക്കും വൻമതിലായി. ദുഷ്ടർ പോകും കാറ്റുപാറ്റിടും മതിരായി. ദൂതർ ഭക്തർ ചുറ്റും നിൽക്കും വൻമതിലായി. ദുഷ്ടർ പോകും കാറ്റുപാറ്റിടും മതിരായി. ദൈവം നല്ലവൻ, എന്നെന്നും നല്ലവൻ. ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ. ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ. വിണ്ടലം ഭൂമണ്ഡലവും നിർമ്മിക്കും മുൻപേ ഉന്നതിക്കനാദിയായി ദൈവമായി തന്നെ. വിണ്ടല
സകലം ഭൂമണ്ഡലവും നിർമ്മിക്കും മുന്നേ ഉണ്ടെനിക്കനാദിയായി ദൈവമായി തന്നെ തലമുറകൾക്ക് ആശ്രയമാ നല്ലവൻ തന്നെ മറന്നിടാതെ കാത്തിടുന്നു നിത്യവും നമ്മെ തലമുറകൾക്ക് ആശ്രയമാ നല്ലവൻ തന്നെ മറന്നിടാതെ കാത്തിടുന്നു നിത്യവും നമ്മെ ദൈവം നല്ലവൻ എന്നെന്നും നല്ലവൻ ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ കഷ്ടതകൾ ശോധനകൾ നേരിടുമ്പോഴും ഇഷ്ടരായോ വിട്ടലെന്നു പോയിടുമ്പോഴും കഷ്ടതകൾ ശോധനകൾ നേരിടുമ്പോഴും ഇഷ്ടരായോ വിട്ടലെന്നു പോയിടുമ്പോഴും കഷ്ടമല്ലതൊന്നു നിത്യ ദൈവസേനത്താൽ നന്മയ്ക്കെന്നു വ്യാപരിക്കും എനിക്കവയെല്ലാം നഷ്ടമല്ലതൊന്നു നിത്യ ദൈവസ്നേഹത്താൽ നന്മയ്ക്കെന്നു വ്യാപരിക്കും എനിക്കവയെല്ലാം ദൈവം നല്ലവൻ എന്നെന്നും നല്ലവൻ ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ ഓ ദൈവം നല്ലവൻ എന്നെന്നും നല്ലവൻ ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ